ഹലോ, ഗുഡ് മോർണിംഗ്. ലോകമെമ്പാടും ഇരുന്ന് ഈ 6ാം വാർഷിക നിറവ് നിൽക്കുന്ന 24ന്റെ ഈ പ്രഭാത സംപ്രേഷണം കാണാൻ തയ്യാറായിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും വർദ്ധിത വീര്യത്തിൽ വളരെ ആത്മാർത്ഥതയോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ 6ാം വാർഷിക നിറവിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. ആദ്യ ദിവസം, അതായത് 6 കൊല്ലങ്ങൾക്ക് മുമ്പ്, പ്രത്യേകിച്ച് പറഞ്ഞാൽ 2018 ഡിസംബർ 8-ാം തീയതി രാവിലെ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഏറ്റവും വലിയ സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന്. 6 കൊല്ലം കഴിയുമ്പോഴും അതേ സന്തോഷത്തിൽ പ്രേക്ഷകരോട് ഞാൻ സംസാരിക്കുന്നു. പ്രേക്ഷകർ ഒരുപാട് വളർന്നു, 24ഉം ഒരുപാട് വളർന്നു. നമ്മളെല്ലാവരും ഒന്നിച്ച് യാത്ര ചെയ്യുന്നത് തുടരുന്നു. ഒരു കുടുംബ വ്യവസ്ഥ പോലെ 24ഉം പ്രേക്ഷകരും ഒന്നാകുന്ന ആ അപൂർവമായ സൗഭാഗ്യത്തിന് 24 സാക്ഷ്യം വഹിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നമ്മൾ ആരംഭിക്കുന്നു 6ാം വാർഷിക നിറവിൽ 24. വിശ്വാസ്യതയുടെ 6 വർഷങ്ങൾ. 6ാം വാർഷിക നിറവിൽ 24. ഈ തത്സമയ സംപ്രേഷണം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മണിയുടെ മീഡിയ സിറ്റിയിലെ ടോൾക്കെ വിസ്താര സ്റ്റുഡിയോയിൽ നിന്നാണ്. നിങ്ങൾക്കറിയാം, ഈ സ്റ്റുഡിയോ നിങ്ങൾക്ക് പരിചയമുണ്ട്. അപ്പോൾ അടുത്ത 3-4 മണിക്കൂർ നേരം ഈ തത്സമയ സംപ്രേഷണം ഈ സ്റ്റുഡിയോയിൽ നിന്നായിരിക്കും. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരും നമ്മുടെ സ്റ്റാർ റിപ്പോർട്ടേഴ്സും അവതാരകരും എല്ലാം നമുക്കൊപ്പം ചേരുന്നുണ്ട്. കുറച്ചധികം കാലമായി പ്രേക്ഷകർ ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്. അവതാരപ്പുലികളെല്ലാം മണിയുടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും എനിക്കൊപ്പം ചേരും. ആദ്യം ഇന്നീ സംപ്രേഷണത്തിൻ്റെ, ഈ തത്സമയ സംപ്രേഷണത്തിൻ്റെ അവതാരകർ എനിക്കൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം, യെസ് വിജയകുമാർ. വെൽക്കം ഹാഷ്മി. വെൽക്കം വിജയകുമാർ. വരൂ. ഹായ് വിജയകുമാർ. ഗുഡ് മോർണിംഗ്. ഹാഷ്മി, ഓക്കെ. ഇന്ന് ആഷ്മി തകർക്കാൻ പോകുന്ന ഒരു ദിവസം കൂടിയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, ഇന്ന് രാത്രി 7:30 ഒരു ജനകീയ കോടതിയുണ്ട്. എന്താ അതിനെ കുറിച്ച് പറയാ? പാലക്കാട് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ സരിൻ അല്ലേ, ആരുമായിട്ട് ഏറ്റുമുട്ടും? ബി ആർ എം ഷഫീറുമായിട്ട് ഏറ്റുമുട്ടും. അതിന് നടുവിൽ ആനയും തമ്മിൽ കൂട്ടുപിടിക്കുമ്പോൾ അതിനിടയിൽ ഒരു പോച്ച പോലെ അല്ലേ? സത്യം. If the elephant fights, it is a grass that suffers എന്ന ഇംഗ്ലീഷ് കൊട്ടേഷൻ അനുസ്മരിപ്പിച്ചുകൊണ്ട് അല്ലേ? അതെന്ന് ആനകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അതിനിടയിൽ മൂട്ടിലെ പോച്ചയ്ക്ക് കുഴപ്പം വരുമെന്നാണ്. അതെ, പോച്ച, വെറും പോച്ച അല്ലേ? സിംപിളി പോച്ചയൊന്നും അല്ല കേട്ടോ, ഇത് ബോച്ചയാണ് അല്ലേ, പഴയ ആ ബോച്ച. വിജയകുമാർ, അപ്പൊ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? നമ്മൾ 6 കൊല്ലം അത് ഒരു നമ്മൾ നാഴികക്കല്ലുകൾ ഓരോന്നായി പിന്നിട്ട് ഇങ്ങനെ നമ്മള് തുടക്കത്തിൽ പറഞ്ഞ പോലെ 24 ഒത്തിരി വളർന്നു, പ്രേക്ഷകരും വളർന്നു. അപ്പം പ്രേക്ഷകർ അതിനേക്കാളും അപ്പൊ നമ്മൾ ഒരുമിച്ചുള്ള യാത്ര. നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം അറിയോ, നമ്മുടെ ഈ യൂട്യൂബ് പ്രേക്ഷകര് ഒരു കുടുംബ സംവിധാനമായി കഴിഞ്ഞു. അപ്പൊ നീ ആലുവയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ എന്നെ കൂടെ പിക്ക് ചെയ്യണം, മറ്റേ അമ്മാവന്റെ വീട്ടിൽ ഇറക്കിയേക്കണം എന്നൊക്കെ പറയുന്നത് ഇപ്പൊ യൂട്യൂബിലൂടെയാണ്. ഒരു പക്ഷേ ലോകത്തിൽ ആദ്യ സംഭവമായിരിക്കും. ആഹാരം കഴിച്ചോ, എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്, ആ മട്ടിൽ വളരെ സൗഹൃദ സംഭാഷണമാണ് അത് നടക്കുന്നത്. അതിനിടയിലൂടെ ചില പ്രണയവല്ലരി പൂത്തുള്ളിയാനുള്ള ഒരു ചില ശ്രമങ്ങൾ തല്ലിക്കെടുത്തു. ഞാൻ ഇത് ആഷ്മിയുടെ കാര്യം പറഞ്ഞ പോലെ എലഫന്റ് ഫൈറ്റ്സ് വളർന്നോട്ടല്ലേ. ഓക്കെ, കാനനച്ചായയിൽ ആടുമേക്കെന്നുള്ള പാട്ടൊക്കെ പാടി തുടങ്ങി. ഇതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ഈ 6ാം വാർഷിക നിറവിൽ നമ്മൾ പറയണം. പക്ഷെ നമ്മൾ തല്ലിക്കെടുത്തണ്ടെന്ന് പറയാം. ആഷിയുടെ ഇത് എന്തോ അഭിപ്രായം? ഒരു പ്രണയത്തെ നമ്മൾ ഒലയട്ടെ. അപ്പൊ വിജയകുമാർ, നമ്മുടെ 6 കൊല്ലം നീണ്ടുപോയ യാത്രയെ കുറിച്ച് ഞാനിപ്പോ ഓർക്കായിരുന്നു. അപ്പം 2018 ഡിസംബറിലെ ആ ദിവസം SKN 100 ന്യൂസ് വായിക്കുന്നു. അപ്പോൾ തുടങ്ങുന്നു. അപ്പൊ ഞാൻ അതിന് പിറകിൽ നിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഡെസ്കിൽ ഒരു ചുമതലക്കാരനായ ഡെസ്കിൽ നിൽക്കുന്നു, റൺഡൌണ് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ ടിൻഡോമോൻ വർക്കി എന്നോട് ആ പഴയ കാര്യം പറയായിരുന്നു ആ ദിവസം. എനിക്ക് തോന്നുന്നത് മലയാള ദൃശ്യമാധ്യമ ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ 24ന് മുമ്പും ശേഷവും എന്ന മട്ടിൽ തീർച്ചയായിട്ടും അതിന്റെ ചരിത്രം എഴുതുന്നവർക്ക് അങ്ങനെ എഴുതേണ്ടി വരും. വാർത്താ ആകാശത്ത് എഴുതിയേ പറ്റൂ. അതിപ്പോ നമ്മളെ എതിർക്കുന്നവർക്കും അങ്ങനെ തന്നെ പറയേണ്ടി വരും. അതാണ് എനിക്ക് ഈ രാവിലെ മാറ്റം. അപ്പൊ ഞാൻ ആഷ്മിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. യഥാർത്ഥത്തിൽ ഈ ഫ്ലവേഴ്സ് പിറവിയെടുത്തതിന് ശേഷം കുറെ കാലം കഴിഞ്ഞാണ് 24 നമ്മുടെ ആകാശത്തേക്ക് വരുന്നത്. നമ്മുടെ വികായസിൽ അത്ഭുതങ്ങൾ എഴുതാൻ 24ന് 6 കൊല്ലം കൊണ്ട് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ അവസരത്തിൽ നമ്മൾ ചില ആളുകളെ ഓർമ്മിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഗോകുലം ഗോപാലേട്ടൻ, ഡോക്ടർ വിദ്യാ വിനോദ്, ഡോക്ടർ ബി ഗോവിന്ദൻ, ആലിങ്കൽ മുഹമ്മദ്, സതീഷ് ജി പിള്ളൈ,
അതുപോലെ നമ്മുടെ ഡേവിസ് എടക്കളത്തൂർ, ഇങ്ങനെയുള്ള 6 പേര്, അതുപോലെ VC പ്രവീൺ. അപ്പോൾ ഈ 7 പേരും ഞാനും ഉൾപ്പെടുന്ന ഒരു ഡയറക്ടർ ബോർഡാണ് ഇത് നിയന്ത്രിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഹസ്തങ്ങൾ ഞങ്ങളുടെ മുകളിലുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഈ 6ാം വർഷവും അതേ നിറവിൽ 1ാം ജന്മദിനത്തിൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് അഭിമാനത്തോടെയാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയെങ്കിൽ അതിൽ ബഹുദൂരം വളർന്നു പോകാൻ 24-ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ സഹായഹസ്തവും ഇവരുടെ സജീവ സാന്നിധ്യവും താങ്ക്സ് ടു ഓൾ അവർ ഡയറക്ടേഴ്സ്. അപ്പൊ ആഷ്മി, ഈ എനിക്ക് തോന്നുന്നത് മാതൃഭൂമി ന്യൂസിൽ നിന്നാണ് ആഷ്മി താജ് ഇബ്രാഹിം ഇങ്ങോട്ട് വന്നത് അല്ലേ? അപ്പൊ തിരുവനന്തപുരത്ത് വെച്ച് വിജയ നമ്മൾ ഓർമ്മിക്കണം, ഒരു മോർണിംഗ് ഷോയിൽ ആഷ്മി ഞാൻ ഓടിച്ചിട്ട് പിടിക്കാൻ, ആഷ്മി തെന്നി മാറി. അന്നേ നമ്മൾ തീരുമാനിച്ചു എത്ര മാറിയാലും അവസാനം ഇവിടെ ആഷ്മി 6 കൊല്ലത്തെ യാത്രയെ കുറിച്ച്. നമ്മൾ വാർത്തകളിൽ പക്ഷം പിടിക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നില്ല. നമ്മൾ വാർത്തകളിൽ പക്ഷം പിടിക്കുന്നുണ്ട്. അത് പക്ഷേ ജനപക്ഷമാണ്. ജനപക്ഷത്തിന് വേണ്ടി ഏതറ്റവും പോവും, ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഏതറ്റത്തും ഇടപെടും. അത് വാർത്തയ്ക്കപ്പുറം വാർത്താ ഇടപെടലുകളുടെ ഒരു 6 വർഷങ്ങൾ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് 2-3 വർഷം കൂടുതൽ സജീവമാവുന്നത് കണ്ടു. അപ്പോൾ ഇത് വാർത്ത എന്ന് പറഞ്ഞാൽ കേവലം മാറി നിൽക്കുന്ന എന്തെങ്കിലും ഒരു യാന്ത്രിക സംവിധാനമല്ല. അത് ജനങ്ങളിലേക്ക് ഇറങ്ങലാണ്, ജനങ്ങൾക്കൊപ്പം നിൽക്കലാണ്, ജനങ്ങളുടെ കണ്ണുനീരും വേദനയും സങ്കടവും കാണലാണ്, അവരുടെ സന്തോഷങ്ങൾക്കൊപ്പം നിൽക്കലാണ് എന്ന് പറയുന്ന ഒരു പുതിയ വാർത്താ സംസ്കാരം നമ്മൾ കേരളത്തെ പരിചയപ്പെടുത്തി. അത് വളരെ സജീവമായി അങ്ങനെ മുന്നോട്ടേക്ക് പോവുകയും ചെയ്തു. അതെ, നന്നായി. ആഷ്മി ഇപ്പോൾ ഓൺ എയറിൽ പോകുന്ന ആഷ്മി പറയുന്നത് എനിക്ക് വലിയ ശബ്ദത്തിൽ കേൾക്കുകയും, എന്നാൽ PCR-ലുള്ള ഉണ്ണികൃഷ്ണന്റെ നിർദ്ദേശം എനിക്ക് വളരെ ലോലമായി കിട്ടിയിരുന്നു. അപ്പോൾ അതിവിലോലമാകുന്ന ആ ശബ്ദം കുറച്ചുകൂടി ഉയർന്നു പൊങ്ങിയാൽ നമുക്ക് കുറച്ചുകൂടെ നേട്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പ്രേക്ഷകരോടുള്ള 24-ന്റെ യാത്ര തുടങ്ങിയിട്ട് 6 കൊല്ലം തികയുന്നു. നിങ്ങൾക്കറിയുന്ന ഒരു ഡിസംബർ 8-ാം തീയതിയാണ് നമ്മൾ ഈ യാത്ര ആരംഭിക്കുന്നത്. അതുവരെ പ്രേക്ഷകർ കണ്ടു പരിചയിച്ചിട്ടില്ലാത്ത ഒരു വാർത്താ സംസ്കാരമാണ് നമ്മൾ രൂപപ്പെടുത്തിയതെന്ന് നിങ്ങൾക്കറിയാം. ഒരുപക്ഷെ 24 പകർന്ന് നൽകിയത് തന്നെ പുതിയൊരു അനുഭവമാണ്. ആദ്യം ഒരു ഞെട്ടലോടെയാണ് പ്രേക്ഷകർ കണ്ടത്. ഇരുന്ന് വായിച്ചിരുന്ന വാർത്താ അവതാരകരെ പുറത്തോട്ട് മാറ്റി നിന്ന് വായിക്കുന്ന വാർത്തകൾ, അതുപോലെ ഔപചാരികമായ മസിൽ പിടിച്ച് സംസാരിക്കുന്ന രീതിയിൽ നിന്ന് മസിലെല്ലാം അയച്ചുവിട്ട് മസിലിൻ്റെ അരഞ്ഞാണം പൊട്ടിച്ച് നമ്മൾ പുതിയൊരു വാർത്താ രീതി അവലംബിച്ചു. പ്രേക്ഷക ഹൃദയങ്ങൾ 2 കൈകളും നീട്ടിയാണ് ഇതിനെ സ്വീകരിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ ഏതാണ്ടൊരു സംപ്രേഷണം തുടങ്ങി 6 മാസക്കാലം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഹൃദയങ്ങളിലേക്ക് 24-ന് യാത്ര ചെയ്യാൻ കഴിഞ്ഞു. അത് ഞങ്ങൾക്ക് സന്തോഷം, അഭിമാനം. ആ ചരിത്രമെഴുതിയ യാത്രയിലേക്ക് വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കുറച്ചധികം കാലമായി ഒരു വാർത്താ ചാനലിൻ്റെ വരവ് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ലോകമെമ്പാടും ഇരുന്ന് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. 2018 ഡിസംബർ 8 മലയാളത്തിൽ പുതിയൊരു വാർത്താ സംസ്കാരം ജനിക്കുകയായിരുന്നു. അതുവരെ മലയാളി കണ്ടു ശീലിച്ച വാർത്താവതരണ രീതികളെ പൊളിച്ചെഴുതിയ വരവ്. നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളരുന്ന ഒരു വാർത്താ ചാനൽ ഇന്ന് സംപ്രേഷണം ചെയ്യപ്പെടുന്നു. 24. പുത്തൻ സാങ്കേതിക സൗകര്യങ്ങളുടെ അനന്ത സാധ്യതകൾക്കൊപ്പം മലയാളികളുടെ സ്വീകരണ മുറികളിലേക്ക് എത്തിയ 24 ഓരോ വിശേഷ ദിവസത്തിലും മലയാളിക്ക് പുതുമയുടെ കൈനീട്ടമായി. ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ചമ്പക്കുളം അടിച്ചു കയറി വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഹലോ മലപ്പുറം! പ്രേക്ഷകരും പ്രക്ഷേപകനും ഒന്നാകുന്ന ഒരു അപൂർവ സംഗമവേദിയാണിത്. ഒരു ടെലിവിഷൻ ചാനലും കേട്ടുകഴിവില്ലാത്ത ഒരു കാര്യമാണിത്. ജനാധിപത്യത്തിന്റെ മഹോത്സവങ്ങൾ 24 ആവേശപൂരങ്ങളാക്കി. ഫലം ആദ്യം തന്നെ പ്രേക്ഷകരിലെത്തിക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് 24 സ്ക്രീനാണ്. സതീശൻ പോലും 24 കണ്ടുകൊണ്ടിരിക്കുക. വലിയ സ്ക്രീനിൽ നമ്മളിതൊക്കെ എങ്ങനെ താങ്ങും? പൂരപ്പറമ്പും കലോത്സവ വേദികളും ന്യൂസ് ഫ്ലോറിൽ പുനർജനിച്ചത് പ്രേക്ഷക ലക്ഷങ്ങൾ നെഞ്ചോട് ചേർത്തു. ഞങ്ങൾ ഇത്തരം പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ആ ചടങ്ങിൻ്റെ ഒരു ഭാഗമായി എലിഞ്ഞിത്രമേളം അവതരിപ്പിക്കാൻ സാധിച്ചതിൽ ഭഗവതിയുടെ അനുഗ്രഹമാണ്. വാർത്തയുടെ ആഴം മനസ്സിലാക്കിയ റിപ്പോർട്ടിംഗ്, മാറ്റം ലക്ഷ്യമിട്ടുള്ള ചോദ്യങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊണ്ട നാളുകൾ. മഴയൊന്നു കനത്തു പെയ്താൽ ഒരു പക്ഷേ വീരാൻകുടിക്കാർക്കൊപ്പം
നാളത്തെ പ്രഭാതം കാണാൻ ഞങ്ങളും ഉണ്ടാകില്ല. 24 വാർത്ത പുറത്തുവിട്ടതോടെ വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടു. മെയിൻറ്റെയിൻ ചെയ്ത് റെഡിയാക്കാൻ പറ്റാത്ത രീതിയിൽ തകർന്നു തരിപ്പണമായി. ആ സമയത്ത് ആ വാർത്ത പുറത്തുവിട്ടത് 24. ഇത് ചെയ്ത പഞ്ചായത്താണെങ്കിലും ആരാണെങ്കിലും ഗവൺമെന്റ് ഗൗരവമായി അന്വേഷണത്തിന് വിധേയമാക്കും. 24 ഇത് വിഷയം പുറത്തു കൊണ്ടുവന്നപ്പോൾ ഗൗരവമായി നമ്മൾ കാണുന്നു. അർദ്ധരാത്രി നടു റോഡിൽ ഈ യുവതി ഇറക്കി വിട്ടു. വാർത്തയ്ക്ക് പിന്നാലെ തമിഴ്നാട് CTCയുടെ ഇടപെടൽ. 24 പറയാനുണ്ട് സർ. എനിക്ക് വലിയൊരു നന്ദി വെൽക്കം. 4 മാസം മുൻപ് ഒരു മഴക്കാലത്ത് ഞങ്ങൾ വിജയാനന്ദിന്റെ വീട്ടിലെത്തുമ്പോൾ കണ്ട കാഴ്ച ഇങ്ങനെ. 24 വാർത്ത പുറത്തു വന്ന അരമണിക്കൂറിൽ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി കൃഷ്ണദാസിന്റെ ഇടപെടൽ. ഇതിന് ഏറ്റവും നന്ദി പറയേണ്ട 24 ന്യൂസ്. രോഗികളെ ഉൾപ്പെടെ 4 കിലോമീറ്ററിലധികം ദൂരം തണ്ടിൽ ചുവന്നു കൊണ്ടുവരേണ്ട ദുരവസ്ഥ പുറം ലോകം എത്തിച്ചത് 24 ആയിരുന്നു. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് സർക്കാർ അറിയിച്ചതിന് പിന്നാലെയാണ് ജില്ലാ കളക്ടർ തന്നെ നേരിട്ടെത്തി പുനരധിവാസ പ്രവർത്തനം പ്രദേശവാസികളെ അറിയിച്ചത്. അവതാരകർ പ്രേക്ഷകരിൽ ഒരാളായി. 24 റിപ്പോർട്ടർമാരും ടീമും ദുരന്തങ്ങളിൽ കരുതലായി. പേര് ചൊല്ലി വിളിക്കാൻ പ്രിയപ്പെട്ടവർ ഇനിയില്ലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞവർ. തകർന്നു കിടക്കുന്ന വലിയ പാറക്കെട്ടുകൾ ആശങ്ക ഏറ്റുന്നു. ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. അന്ന് ഈ ഗ്രാമം ഉണ്ടായിരുന്നു. ഇവിടെ മനോഹരമായ കടകളുണ്ടായിരുന്നു, വീടുകളുണ്ടായിരുന്നു, മനുഷ്യരുണ്ടായിരുന്നു. താൽക്കാലികമായി നിർമ്മിച്ച നടപ്പാലം പൂർണ്ണമായും പൊളിച്ചു മാറ്റി. ഇത് ദുരന്തബാധിത മേഖലയാണ്, ടൂറിസം പ്രദേശമല്ല. അതിനാൽ തന്നെ സഞ്ചാരികളെ നിയന്ത്രിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. കോവിഡിൽ തകർന്ന ജീവിതം വഴിമുട്ടിയ പലരുടെയും ജീവിതത്തിന് പുത്തൻ പ്രതീക്ഷകളേകി 24. പഠനം വഴിമുട്ടിയവർക്കും ഭവനം നഷ്ടപ്പെട്ടവർക്കും നെടും തൂണായി. അങ്ങനെ സ്നേഹത്തിന്റെ, കരുതലിന്റെ, ചേർത്ത് പിടിക്കലിന്റെ 6 വർഷങ്ങൾ. 24നെ സ്നേഹിച്ച, സ്വീകരിച്ച പ്രേക്ഷകർക്ക് നന്ദി. നാം ഒരുമിച്ചുള്ള യാത്ര ഇനിയും മുന്നോട്ട്. ടീം 24. വിശ്വാസ്യതയുടെ 6 വർഷങ്ങൾ. 6ാം വാർഷിക നിറവിൽ 24. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ സംക്ഷിപ്തമായ ചരിത്രം 6 കൊല്ലങ്ങൾ വളരെ ദീർഘമായ കാലയളവല്ലെങ്കിൽ പോലും നമ്മുടെ യാത്ര കുറച്ച് ദീർഘമായി തോന്നും. ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞു, ജനഹൃദയങ്ങളിലേക്ക് ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞു. അതിൽ സന്തോഷമുണ്ട്. മാത്രമല്ല, ഞങ്ങളുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം പ്രേക്ഷകനും പ്രക്ഷേപകനും ഒന്നാകുന്ന അസുലഭമായ അപൂർവ സുവർണ കാഴ്ചയ്ക്കാണ് നമ്മൾ ഈ 6 കൊല്ലവും സാക്ഷ്യം വഹിച്ചത്. നിങ്ങൾക്ക് ഈ തത്സമയ സംപ്രേഷണം വന്നുകൊണ്ടിരിക്കുന്നത് മണിയുടെ മീഡിയ സിറ്റിയിലെ 12K വിസ്താര സ്റ്റുഡിയോയിൽ നിന്നാണ്. വളരെ വിശാലമായ ഒരു സ്റ്റുഡിയോ സംവിധാനമാണിത്. നിങ്ങൾക്കറിയുന്ന പോലെ ഫ്ലവേഴ്സിൻ്റെ പരിപാടികളൊക്കെ തന്നെ ഈ സ്റ്റുഡിയോയിൽ സാധാരണ ചിത്രീകരിക്കും. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറൊക്കെ സ്റ്റാർ മാജിക്കും അങ്ങനെയുള്ള പരിപാടികളൊക്കെ തന്നെ ഇവിടെയാണ് ചിത്രീകരിക്കുക. അപ്പം നമുക്ക് പ്രേക്ഷകർക്ക് വേണമെങ്കിൽ ഈ ഫ്ലോർ ഒന്ന് കാണാം. അപ്പോൾ വളരെ വിപുലമായ ഒരു ഫ്ലോർ സംവിധാനമാണ് നമുക്ക് 24 ഫ്ലവേഴ്സിനും ഈ മീഡിയ സിറ്റിയിൽ ഉള്ളത്. 12K വിസ്താര സംപ്രേഷണ സാധ്യതയിലൂടെയാണ് ഇതിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ 6ാം കൊല്ലത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ നമ്മൾ മിക്കവാറും ഈ വാർഷികം ആഘോഷിച്ചതൊക്കെ തന്നെ ആഷ്മി ഈ ഫ്ലോറിൽ നിന്നാണ്, അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു സുഖമില്ലേ വിജയകുമാർ? വിജയകുമാറിന്റെ മദ്ദളം കൊട്ടാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, ബാക്കി പറയാൻ കൊള്ളത്തില്ല. ഓക്കെ, അങ്ങനെ നാട്ടിൻപുറത്തൊക്കെ ഉള്ള ചില പാട്ടിന്റെ ശീല പന്തളത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ചങ്ങനാശ്ശേരിയിലുണ്ടോ? ഇത് ചങ്ങനാശ്ശേരി പന്തളം, ചങ്ങനാശ്ശേരി മുതൽ പന്തളം വരെ. ഇപ്പൊ ഈ ചങ്ങനാശ്ശേരി ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുക. വൈദികൻ അത് മമ്മൂട് എന്ന് പറയുന്ന ഒരു ഇടവകയാണ്. ചങ്ങനാശ്ശേരി, നമ്മുടെ കറുകച്ചാലിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് വരുന്ന വഴിക്കുള്ള ഒരു ഇടവക മമ്മൂട്. അവിടെ ഇന്നലെ വലിയ ആഘോഷമൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റുഡിയോയുടെ സംവിധാനം. അപ്പൊ ഇനി ആഷ്മി നമ്മൾ എങ്ങോട്ട് പോകും? അടുത്ത വാർത്ത. നമുക്കൊരു വാർത്ത രാവിലെ വരുന്നത് സബ്സിഡി നിരക്കിൽ നൽകുന്ന സാധനങ്ങളുടെ അളവ് സപ്ലൈകോ ചെറുതായിട്ട് കുറച്ചു എന്നാണ്. അത് ചെറിയ കടലയുണ്ട്, ഉഴുന്നുണ്ട്, ചെറുപയറുണ്ട്, ഇതൊക്കെ 1/2 കിലോഗ്രാമോ എന്ന് പരിമിതപ്പെടുത്തി. സാധനം സ്റ്റോക്ക് കുറവാന്നാ പറയുന്നത്. ഓക്കെ, സത്യം എന്താ ആഷ്മി, നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞ 6ാം വർഷത്തിന്റെ ആഘോഷ പരിപാടികൾ ഭാഗമായിട്ട് പല കാര്യങ്ങളും പ്രേക്ഷകരെ നമുക്ക് അറിയിക്കാനുണ്ട്. എന്നാൽ വാർത്തകൾക്ക് ഒരു പഞ്ഞുണ്ടാകില്ല. ഉണ്ടാവുമോ? ഇല്ല, വാർത്തകൾക്ക് പഞ്ഞുണ്ടാകും. എന്നാ പിടിച്ചോളൂ ആർ ശ്രീജിത്തിന്റെ വാർത്ത, അല്ലേ? ശ്രീജിത്ത്, താങ്കൾ റെഡിയാണോ? ഗുഡ് മോർണിംഗ്, ഹാപ്പി ബർത്ത്ഡേ ടു 24. ഗുഡ് മോർണിംഗ് SKN, ഹാപ്പി ബർത്ത്ഡേ ടു 24. എല്ലാവർക്കും ആശംസകൾ. എല്ലാവരും കൂടെ ചേർന്ന് തകർക്കുക.
ശ്രീതട ഇപ്പൊ എന്തോ ഈ 1/2 കിലോ ആയി നിജപ്പെടുത്തി, അത് സാധനം കുറവാണെന്നാ പറയുന്നത്. യഥാർത്ഥത്തിൽ കുറവാണോ, വേറെ വല്ല പ്രതിസന്ധി ഉണ്ടോ? ഹാഷ്മി, 13 ഇനം അവശ്യ സാധനങ്ങളാണ് സപ്ലൈകോയുടെ മാവേലി സ്റ്റോറുകളിലൂടെയും പീപ്പിൾസ് ബസാറിലൂടെയൊക്കെ നമ്മൾ ഇവിടെ സർക്കാർ വിതരണം ചെയ്യുന്നത്. പൊതുവിപണിയേക്കാൾ വില കുറച്ചാണ് ഈ സാധനങ്ങൾ വിറ്റഴിക്കുന്നത്. എന്നാൽ ഈ മാസം മുതൽ, ഡിസംബർ 1 മുതൽ ഇങ്ങോട്ട് സപ്ലൈകോയുടെ പീപ്പിൾസ് ബസാറിലും മാവേലി സ്റ്റോറുകളിലുമൊക്കെ സബ്സിഡി സാധനങ്ങളുടെ അളവ് കുറച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ചെറുപയർ, അതോടൊപ്പം തന്നെ ചെറിയ കടല, ഈ തൊലി കളഞ്ഞ ഉഴുന്ന്, ഒപ്പം തന്നെ മറ്റ് ഈ സാധനങ്ങൾ, ഈ ചെറുപയർ, തൂരപ്പരിപ്പ് തുടങ്ങിയ സാധനങ്ങളാണ് നേരത്തെ 1 കിലോഗ്രാമാണ് സബ്സിഡി നിരക്കിൽ നൽകിയിരുന്നെങ്കിൽ അത് 1/2 കിലോ ആയിട്ട് കുറച്ചു. ഇതിന് കാരണമായി സപ്ലൈകോ അധികൃതർ വിശദീകരിക്കുന്നത് ഈ സാധനങ്ങളുടെ സ്റ്റോക്ക് പരിമിതമാണ്. അതുകൊണ്ടാണ് 1/2 കിലോ വീതം സബ്സിഡി സാധനങ്ങളായി പരിമിതപ്പെടുത്തിയത്. 15-ാം തീയതിക്ക് ശേഷം സ്റ്റോക്ക് വരികയാണെങ്കിൽ മറ്റ് ഈ റേഷൻ കാർഡുകളുമായി വന്നാൽ ആളുകൾക്ക് ബാക്കി കൂടി വാങ്ങാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ തിരുവനന്തപുരം നഗരത്തിലെ പല സപ്ലൈകോ ബസാറുകളിലും പല സാധനങ്ങളും കിട്ടാനില്ല. ഉദാഹരണത്തിന് നമ്മളുടെ ഓഫീസ് നിൽക്കുന്നതിന് തൊട്ട് അപ്പുറത്താണ് സപ്ലൈകോയുടെ ഈ പീപ്പിൾസ് ബസാർ. അവിടെ ചെറുപയർ ഇല്ലാതായിട്ട് 2 ദിവസമായി. അതോടൊപ്പം തന്നെ മറ്റ് പുളിമൂട്ടിലുള്ള മാവേലി സ്റ്റോറിലും അപ്പോൾ വഴുതക്കാടുള്ള മാവേലി സ്റ്റോറിലും ഒക്കെ തന്നെ ഈ സാധനങ്ങളുടെ ലഭ്യത കുറഞ്ഞു. ഇതിനൊപ്പമാണ് ഈ ആളുകൾ ഏറ്റവും കൂടുതൽ വിലക്കുറവിന് വേണ്ടി സപ്ലൈകോയെ ആശ്രയിക്കുന്ന ചെറുപയർ, ചെറിയ കടല, ഉഴുന്നുപരിപ്പ്, സാമ്പാർ പരിപ്പ് തുടങ്ങിയ സാധനങ്ങളുടെ അളവ് 1/2 കിലോ ആയി കുറച്ചത്. എന്തായാലും ഇത് ജനങ്ങൾക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരുന്നു. കഴിഞ്ഞ കുറേ കാലമായി സപ്ലൈകോയിൽ ഒരവസ്ഥയായിരുന്നു. ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ട് ഏതാണ്ട് 2 മാസത്തോളം ആകുന്നേ ഉള്ളൂ. എന്നാൽ അതിനിടെ വീണ്ടും ഈ സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത 1/2 കിലോ ആയി കുറച്ചതാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. യെസ് വിജയ, നമുക്ക് ശ്രീജിത്തിനോട് മരുന്നും ചോദിക്കാനില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് രാവിലെ പറയുന്നത്. ആളുകളെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ സപ്ലൈകോ ചെയ്യാമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. സപ്ലൈകോ ചെയ്യരുത്, നമ്മുടെ അഭിപ്രായം. ആഷ്മി, വിജയ മുണ്ടെടുത്തപ്പോ ഒക്കെ അല്ലേ? അതെ, മുണ്ട് ഉറക്കുന്നുണ്ടല്ലോ. എത്രാം വയസ്സിലാണ് ഉറച്ചു തുടങ്ങിയത്? ഒരു ബെൽറ്റ് കൂടി ഇട്ടിട്ടുണ്ട്. ബെൽറ്റ് കെട്ടി, നന്നായി. അല്ല, ഈ ഉറപ്പ് എനിക്ക് വേണം. ആഷ്മിയുടെ ഉറപ്പ് എങ്ങനെയാ? മുണ്ടുറയ്ക്കുവോ? പൊടിക്കൽ ഉറപ്പ് കുറവാ. അല്ല, ആഷ്മി പണ്ടെങ്ങാണ്ട് മുണ്ടെന്നോ മുണ്ട് ഉറച്ചില്ലെന്നോ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്തോ ഒരു സംഭവം ഉണ്ടായല്ലോ. ചെറിയൊരു അബദ്ധം പറ്റിയ. എന്തായിരുന്നു അത്? പട്ടി ഓടിച്ചു. ഈ മുണ്ടെടുത്ത് പോയപ്പോ ഓടി മുണ്ട് പറഞ്ഞ് മുണ്ട് പട്ടി പിടിച്ചു. പട്ടി പിടിച്ചില്ല, പറഞ്ഞ റബ്ബറിന്റെ മറ്റേ തട്ടി മുണ്ടിരിഞ്ഞു പോയി വ്യാപകമായിട്ട്. റോഡിൽ ഇറങ്ങി നിന്നപ്പോഴത്തേക്ക് അപ്പൊ ആരുടെയെങ്കിലും കൺമുമ്പിൽ പെട്ടു? ആരുടെ? ഒരു പെങ്കൊച്ചിന്റെ ആയിരുന്നു. അയ്യോ, പെങ്കൊച്ചോടിയോ? ഇല്ല, പെങ്കൊച്ചോടെ നിന്നു. അപ്പൊ ഇന്നായിരുന്നെങ്കിൽ കേസ് വന്നു തന്നെ. ആ പെൺകുട്ടിയെ പിന്നീട് കണ്ടിട്ടുണ്ടോ? കാണുന്നുണ്ട്. അതിപ്പോ ചിരിയാ, വല്ലാത്ത ചിരിയാ. പെൺകുട്ടി കാണുമ്പോഴേ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 7ാം ക്ലാസ്സിൽ പഠിക്കും. എന്നാലും 7ാം ക്ലാസ് ആകുമ്പോഴേ ആഷ്മിയുടെ 7ാം ക്ലാസ്, അത് 1.5 ക്ലാസ് ആയിരിക്കും. അത് കാര്യം അപകടം പിടിച്ച. അപ്പൊ വിജയകുമാർ, ഇന്ന് ഗുരുവായൂരിൽ ഒരു വലിയ സംഭവം നടക്കുന്നുണ്ടല്ലോ. ഒരു പ്രധാനപ്പെട്ട കല്യാണം അവിടെ നടക്കാൻ പോകുന്നത്. അത് മറ്റാരുടെയും അല്ല, ജയറാമിന്റെയും പാർവതിയുടെയും മകൻ കാളിദാസന്റെ കല്യാണം. ഞാൻ ജയറാം പറഞ്ഞത് എനിക്ക് ആകെ ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. 7:15 മുഹൂർത്തം. 7:15. സംഭവം ഏതാണ്ട് സമയം 7:30 കല്യാണത്തിന്റെ ചടങ്ങിലൂടെ കടന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ അവിടെ കാളിദാസന്റെ വിവാഹം നടക്കുകയാണ്. സൂരജ് സജി അവിടെ ഒന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സൂരജ്, എന്തൊക്കെയാണ് അവിടുത്തെ വിവരങ്ങൾ? എനിക്ക് തോന്നുന്നത് മലയാള ചലച്ചിത്ര മേഖലയിലെ പ്രധാനപ്പെട്ട മുഴുവൻ ആളുകളും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടല്ലേ? തീർച്ചയായും ഇവിടെ മലയാള സിനിമയിലെ നിരവധി നടന്മാരടക്കം ഇവിടെ എത്തിയിരിക്കുന്നു. എന്തായാലും കാളിദാസനെ സംബന്ധിച്ചൊരു പ്രണയസാഫല്യത്തിന്റെ നിമിഷം എന്ന് പറയാം. അതായത് 92-ലായിരുന്നു ജയറാമിന്റെയും അതുപോലെ തന്നെ പാർവതിയുടെയും വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന. അതേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ മകന്റെയും വിവാഹം നടക്കുന്നു എന്ന കൗതുകമുണ്ട്. ഏറെക്കാലമായി, അതായത് ഈ കാളിദാസനും അതുപോലെ തന്നെ ഈ വധുവായിട്ടുള്ള താരിണിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അതൊരു വിവാഹത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഗുരുവായൂർ അമ്പലനടയിൽ അല്പസമയത്തിനകം, അതായത് 7:15-നും 8:00-നും ഇടയിലായിരുന്നു മുഹൂർത്തം നിശ്ചയിച്ചിരുന്നത്. ഇപ്പോൾ ഈ കതിർ മണ്ഡപത്തിലേക്ക് ഈ വധൂവരന്മാരടക്കം എത്തിയിരിക്കുന്നു. വലിയ ജനക്കൂട്ടമാണ് ഈ മേഖലയിൽ ഉള്ളത്. അവരെ പോലീസ് ഇടപെട്ടുകൊണ്ട് നിയന്ത്രിക്കാനുള്ള ശ്രമമെല്ലാം നടത്തുന്നു. പോലീസ് ഇടപെട്ട് അവരെ എല്ലാവരെയും ഈ മേഖലയിൽ നിന്ന് മാറ്റുകയും ചെയ്യുന്നുണ്ട്. അത്രമാത്രം തിരക്ക്, പ്രത്യേകിച്ച് ഗുരുവായൂരിൽ ഈ ഏകാദശിയുടെ സമയമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ
വലിയ തിരക്കാണ് ഈ മേഖലയിൽ അനുഭവപ്പെടുന്നത്. അങ്ങനെ പോലീസ് ഇടപെട്ട് ഇവിടെ ആളുകളെ നിയന്ത്രിക്കാനും പെടാപ്പാട് വിടുന്നതിൻ്റെ ദൃശ്യം നമുക്ക് കാണാം. എന്തായാലും ജയറാമിൻ്റെയും പാർവതിയുടെയും മകൻ കാളിദാസനെ സംബന്ധിച്ച് ഏറെക്കാലമായുണ്ടായ പ്രണയം ആ പ്രണയത്തിൻ്റെ സാഫല്യത്തിലേക്ക് നീങ്ങുന്നു. അല്പസമയത്തിനകം തന്നെ ഈ കാളിദാസൻ ദൃശ്യങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. വിവാഹ ചടങ്ങിലേക്ക് കടക്കുകയാണ്. കാളിദാസൻ താരിണിയെ താലിമാല ചാർത്താൻ പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ എസ്കേൻ അതിൻ്റെ വിവാഹ ചടങ്ങുകളെല്ലാം തന്നെ ഇവിടെ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ താലികെട്ടിലേക്ക് കടക്കുകയും ചെയ്യും. ഈ ജയറാമിൻ്റെയും പാർവതിയുടെയും കല്യാണത്തെ പറ്റി എസ്കേൻ സൂചിപ്പിച്ചതാണ്. അന്ന് ഒരു ഗുരുവായൂർ കണ്ട അക്കാലത്തെ ഏറ്റവും വലിയ റെക്കോർഡ് വിവാഹം നടന്ന തിരക്കുള്ള ദിവസമായിരുന്നു അന്ന് ജയറാമിൻ്റെയും പാർവതിയുടെയും വിവാഹം നടന്നത്. 1992 സെപ്റ്റംബർ 7-നായിരുന്നു. സമാനമായ സാഹചര്യത്തിൽ ഗുരുവായൂരിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന മറ്റൊരു ദിവസമാണ് ഈ മകനായിട്ടുള്ള കാളിദാസന്റെയും വിവാഹം നടക്കുന്നത് എന്നൊരു കൗതുകമുണ്ട്. ഇവിടെ വച്ചായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപ് കാളിദാസന്റെ സഹോദരി മാളവികയുടെ വിവാഹം നടന്നത്. വിവാഹ ചടങ്ങുകൾ ഇവിടെ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ താലികെട്ടിലേക്ക് കടക്കും. വധൂവരന്മാരെല്ലാവരും ഇപ്പോൾ ഈ മണ്ഡപത്തിനകത്തേക്ക് കയറി കഴിഞ്ഞു. സിനിമാ താരം ജയറാമുണ്ട്, പാർവതിയുണ്ട്, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുണ്ട്. സുരേഷ് ഗോപിയൊക്കെ പുലർച്ചെ തന്നെ ഇവിടെ എത്തിയതാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടെ എത്തി ഗുരുവായൂർ ദർശനം നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ വിവാഹത്തിന് വേണ്ടി 1 മണിക്കൂറിലേറെ നേരം അദ്ദേഹം ഇവിടെ, അതായത് ഒരു 1 മണിക്കൂറല്ല 2 മണിക്കൂറിലേറെ നേരമായി സുരേഷ് ഗോപി കാത്തിരിക്കുന്നു. അങ്ങനെ നിരവധി താര സാന്നിധ്യത്തോടു കൂടിയുള്ള ഒരു വിവാഹം വിവാഹ ചടങ്ങിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം എന്ന് തോന്നുന്നു. എസ്കേൻ, ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കാളിദാസന് പ്രണയസാഫല്യത്തിന്റെ നിമിഷമാണ്. അല്പസമയത്തിനകം തന്നെ ഏറെക്കാലമായി ഇരുവരും പ്രണയത്തിലായിരുന്നു. മോഡലായ താരിണി കലിങ്കാരിയാണ് വധുവായിട്ടുള്ളത്. താരിണിയും അതുപോലെ തന്നെ കാളിദാസനും ഏറെക്കാലമായുള്ള പ്രണയം. ആ പ്രണയത്തിന്റെ സാഫല്യ നിമിഷത്തിനാണ് ഗുരുവായൂരിലെ ക്ഷേത്രനട സാക്ഷ്യം വഹിക്കുന്നത്. 92-ൽ ജയറാമിന്റെയും പാർവതിയുടെയും പ്രണയ സാഫല്യത്തിന് ഈ ഗുരുവായൂരിന്റെ ക്ഷേത്ര സന്നിധി സാക്ഷ്യം വഹിച്ചതാണ്. അതിനുശേഷം ഇപ്പോൾ വർഷങ്ങൾക്കിപ്പുറം മകന്റെയും പ്രണയ സാഫല്യത്തിന് അതേ ക്ഷേത്രമുറ്റം സാക്ഷ്യം വഹിക്കുകയാണ്. കാളിദാസൻ താരിണിയുടെ കഴുത്തിൽ താലി ചാർത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറെക്കാലത്തെ പ്രണയം, ആ പ്രണയ സാഫല്യത്തിലേക്ക് കാളിദാസൻ എത്തിയിരിക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രമുറ്റത്ത് ഗുരുവായൂരപ്പന്റെ അമ്പലനടയിൽ കാളിദാസന് പ്രണയസാഫല്യത്തിന്റെ നിമിഷമാണ്. 92-ൽ ജയറാമും പാർവതിയും താലിമാല ചാർത്തിയ അതേ ക്ഷേത്ര സന്നിധിയിൽ മകനും താലിമാല ചാർത്താൻ അവസരം ലഭിക്കുന്നു. അങ്ങനെ രാജാക്കന്മാരുടെ, അതായത് നിരവധി സിനിമാ താരങ്ങളടക്കം സാക്ഷിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ കാളിദാസന്റെ വിവാഹ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നത്. എന്തായാലും താലിമാല ചാർത്തിയിരിക്കുന്നു. ഇനിയും ഈ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പനെ വണങ്ങേണ്ടതുണ്ട്. 3 തവണ വലം വച്ച അവരിപ്പോൾ ഗുരുവായൂരപ്പനെ വലം വയ്ക്കുകയും ചെയ്യും. എന്തായാലും നിരവധി പേരാണ് ഈ വിവാഹം കാണുന്നതിനും മറ്റുമായി രാവിലെ മുതൽ തന്നെ ഇവിടെ തടിച്ചുകൂടിയത്. ഇതിൽ ജയറാമിന്റെയും പാർവതിയുടെയും അടക്കം ആരാധകരുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു മണ്ഡലകാലമായതുകൊണ്ട് തന്നെ ഈ തമിഴ്നാട്ടിൽ നിന്ന് അടക്കം എത്തുന്ന തീർത്ഥാടകരുണ്ട്. അവരെല്ലാവരും തന്നെ ജയറാമിനെ ഈ തമിഴ്നാട്ടിലെ തീർത്ഥാടകർക്കടക്കം വളരെ ആത്മബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ തുടങ്ങി ഈ സംസ്ഥാനത്തിന് പുറത്തു നിന്ന് പോലും എത്തിയവർ ഇവിടെ ഈ വിവാഹ ചടങ്ങ് കാണുന്നതിന് വേണ്ടി രാവിലെ മുതൽ തടിച്ചുകൂടി നിൽക്കുന്നുണ്ടായിരുന്നു. പോലീസ് ഇടപെട്ട അമ്പേ പണിപ്പെട്ടാണ് ഇവരെ എല്ലാവരെയും ഇവിടെ നിന്ന് മാറ്റി വിവാഹം സുഗമമായി നടത്തുന്നതിനുള്ള സാഹചര്യം പോലും ഒരുക്കിയത്. അങ്ങനെ വലിയ ജനത്തിരക്കേറിയ ഒരു ജനസാഗരത്തിന് നടുവിൽ അങ്ങനെ കാളിദാസന് പ്രണയസാഫല്യത്തിന്റെ നിമിഷം ആയിരിക്കുന്നു. താലിമാല ചാർത്തിയിരിക്കുന്നു. വധൂവരന്മാരിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഗുരുവായൂരപ്പനെ വണങ്ങുകയും ചെയ്യും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവർ ഗുരുവായൂരപ്പനെ വണങ്ങുന്നതാണ് ദൃശ്യങ്ങളിൽ കണ്ടത്. അങ്ങനെ വിവാഹ ചടങ്ങുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇന്നലെ ഇതിന്റെ പ്രീ വെഡിങ് എല്ലാം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അതിനുശേഷം ഈ ഔദ്യോഗികമായി തന്നെ ജയറാം തന്നെയാണ് ഈ വിവാഹ ചടങ്ങിന്റെ കാര്യമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. കാളിദാസനും അതിൽ പ്രതികരിക്കുകയുണ്ടായി. പ്രീ വെഡിങ് ചടങ്ങിനെ കുറിച്ച് കാളിദാസന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അതായത് സാധാരണ ഒരു വേദിയിലും തനിക്ക് ഒരു തരത്തിലും ഈ വേദി അഭിസംബോധന ചെയ്യാൻ പ്രശ്നമില്ലാത്ത ആളാണ്. പക്ഷേ ഈ പ്രീ വെഡിങ് ഒക്കെ നടക്കുന്ന സമയത്ത് ആളുകളെ എങ്ങനെ ഫേസ് ചെയ്യണം എന്ന് അറിയാത്ത ഒരു സാഹചര്യമായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ വിവാഹവേദിയിൽ നിറപുഞ്ചിരിയോടുകൂടി നടന്ന കാളിദാസന്റെ വിവാഹമാണ് പ്രേക്ഷകർ കണ്ടത്. വർഷങ്ങൾക്ക് മുമ്പ് ജയറാമും പാർവതിയും, ഇന്നത്തെ അശ്വതി എന്ന അന്നത്തെ പാർവതിയും വിവാഹിതരായതിൻ്റെ ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് വീണ്ടും ഒരു കല്യാണം. താരദമ്പതികൾ, ഒരു പക്ഷേ കാളിദാസൻ സിനിമയിലൊക്കെ വളരെ സജീവമാണെന്ന് പ്രേക്ഷകർക്കറിയാം. അഭിനയിച്ച പടങ്ങളിലൊക്കെ തന്നെ ദേശീയ പുരസ്കാരമൊക്കെ വരെ നേടാൻ കഴിഞ്ഞ ഒരു താരമാണ്.
അപ്പോൾ ചന്ദ്രൻ ചിറയിലെ പോലെ ചിലവിക്കുന്നു 24-ന് നവാഗതനല്ലേ ആരെ ചന്ദ്രനോ നവാഗതനോ നന്നായി പോയി. സമീർ തുടക്കത്തിലെ ഞങ്ങൾ കൂടെ കൂടിയതാണ്, എന്നിട്ട് ഞങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കും, അതല്ലേ നമ്മൾ പറഞ്ഞ പ്രേക്ഷകനും പ്രക്ഷേപകനും ഒന്ന് എക്സാക്ട്ലി 1. സൂസൻ ജോർജ് പറയുന്നത് ഞങ്ങൾക്ക് യൂട്യൂബ് കമൻറ്റ് പറയുന്നവരാണ്, ഞങ്ങളെ കൂടി പരിഗണിക്കണം. അതുപോലെ അരുൺ മോഹൻ പറയുന്നു 6ാം വാർഷികം ആഘോഷിക്കുന്ന 24-ന് ആൾ സ്റ്റാഫിനെ ഓൾ മാനേജ്മെൻറ്റിനെ എല്ലാം അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നത്, പ്രേക്ഷകർക്കും ആശംസകൾ എന്ന് അരുൺ മോഹൻ പറയുന്നു. അതുപോലെ മേരി റാണി, സന്തോഷ് ബേബി, മനോഹരൻ, ദേവന്തൂർ, അങ്ങനെ കണ്ടാൽ അറിയാവുന്നവരും അറിയാത്തവരുമായ 100 കണക്കിന് പ്രേക്ഷകർ ഇപ്പോൾ സന്ദേശങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. ഇത് നമ്മളൊന്നിച്ചുള്ള ഒരു യാത്രയാണ്. ഇനി ഒരുപാട് കാലം നമുക്ക് നടക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് വീര്യം കൂട്ടാൻ ഉപകരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിച്ചുകൊണ്ട് വിജയകുമാർ, ആഷ്മി, നമ്മളിനി എങ്ങോട്ടാ? KPCC അധ്യക്ഷനായി കെ സുധാകരൻ തുടരും എന്നൊരു ഉറപ്പായി. ഇന്നലെ ചുമ്മാ സുധാകരൻ ഒരു ടെൻഷൻ കൊടുത്തു, മാറ്റാൻ പോകുന്നു. അത് കഴിഞ്ഞ് കുറെ നാളായി മാറുമെന്ന് കേൾക്കുന്നുണ്ട്, മാറുന്നില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി അതിന് മുമ്പ് KPCC-യിലും DCC-യിലും വലിയ അഴിച്ചുപണി ഉണ്ടാകാൻ പോകുന്നു. യുവതർക്കുകൾ നേതൃത്വത്തിലേക്ക് വരാൻ പോകുന്നു. ഒരുപക്ഷെ KS ശബരിനാഥൻ തിരുവനന്തപുരത്തെ DCC അധ്യക്ഷനായേക്കും എന്നും കേൾക്കുന്നുണ്ട്. അതിന് സാധ്യതയുണ്ട്. അതെ, അപ്പോൾ നമുക്ക് അതിന്റെ ഉണ്ട്. ഷഹദ് റഹ്മാൻ ഉണ്ട്. ഷഹദേ മകനെ വരിക അല്ലേ? അതെ. അപ്പോൾ ഹാപ്പി ആനിവേഴ്സറി 24 ഷഹദ്. ഹാപ്പി ആനിവേഴ്സറി വിജയകുമാർ, SKN, ഹാഷ്മി. ഇപ്പം ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി, പ്രത്യേകിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വലിയ രീതിയിൽ ഈ KPCC അധ്യക്ഷനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റും എന്നൊരു വാർത്തകൾ പല രീതിയിൽ പ്രചരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിങ്ങനെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ അത്തരത്തിലൊരു മാറ്റം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇല്ല എന്നൊരു തീരുമാനം ഇപ്പോൾ ഹൈക്കമാൻഡ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ പറയുന്നത് ഒന്ന് ഈ സാമുദായിക സമവാക്യം തന്നെയാണ്. നിലവിൽ ഇപ്പോൾ പുതുതായിട്ടൊരാളെ കൊണ്ടുവരികയാണെങ്കിൽ അത് ആരെ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അത് എല്ലാവർക്കും ഒരുപോലെ താല്പര്യമുള്ള ഒരാളായിരിക്കണം. അപ്പം നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലൊരാളെ പേര് മുന്നോട്ട് വെക്കാൻ നിലവിൽ എന്തായാലും സാധിക്കില്ല. അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു UDF അനുകൂല തരംഗമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നൊരു വിലയിരുത്തലാണ് ഹൈക്കമാൻഡിനുള്ളത്. അതുകൊണ്ട് ആ കാരണം ഉൾപ്പെടെ പരിഗണിച്ചാണ്. കൂടാതെ ഇതിനൊക്കെ അപ്പുറത്ത് നിലവിലെ സാഹചര്യത്തിൽ KC വേണുഗോപാലും അതുപോലെ തന്നെ കെ സുധാകരനും വലിയ രീതിയിലുള്ള ഒരു അടുപ്പം വെച്ചു പുലർത്തുന്നുണ്ട്. അപ്പോൾ ഇതിനപ്പുറത്ത് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും എല്ലാം കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് നിലവിലെ സാഹചര്യത്തിൽ കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട എന്ന തരത്തിൽ ഒരു തീരുമാനം ഇപ്പോൾ ഹൈക്കമാൻഡ് കൈക്കൊണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വലിയ രീതിയിലുള്ള ഒരു അഴിച്ചുപണി എന്തായാലും ഈ കോൺഗ്രസിനകത്ത് ഉണ്ടാകും എന്ന തരത്തിലുള്ള സൂചനകളും ഈ ഒരു ഘട്ടത്തിൽ വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ DCC അധ്യക്ഷന്മാരുടെ പുനർനിർണയമാണ്. അതിൽ പ്രധാനമായിട്ടും 5 DCC അധ്യക്ഷന്മാരെ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മാറ്റില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിലൊന്ന് കണ്ണൂരാണ്, മറ്റൊന്ന് കോഴിക്കോട്, അതുപോലെ തന്നെ മലപ്പുറം, എറണാകുളം, അതുപോലെ 5 DCC, ഈ എറണാകുളം ഉൾപ്പെടെയുള്ള 5 DCC അധ്യക്ഷന്മാരെ നിലവിലെ സാഹചര്യത്തിൽ മാറ്റാൻ എന്തായാലും ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പ്രധാനമായിട്ടും പറയാനുള്ള കാരണം ഈ 5 DCC-കളുടെ പ്രകടനം തന്നെയാണ്. കാരണം അവർ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ AICC-യുടെ ഒരു നിലപാട്, അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് കേരളത്തിൽ നിന്നും പോയിട്ടുള്ളത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ 5 DCC അധ്യക്ഷന്മാരെ മാറ്റേണ്ടതില്ല, മറ്റ് DCC-കളിൽ വലിയ രീതിയിലുള്ള അഴിച്ചുപണി നടത്തണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ KPCC നേതൃനിരയിലേക്ക് യുവാക്കളെ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം എന്തായാലും കൈക്കൊണ്ടിട്ടുണ്ട്. കൂടുതൽ ആളുകൾ, അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമാകും. പ്രത്യേകിച്ച് നമുക്കറിയാം പാർലമെന്റ് സമ്മേളനമൊക്കെ നടക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ എന്തായാലും ഡൽഹിയിലുണ്ട്. അപ്പോൾ അടുത്ത ദിവസം VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഡൽഹിയിൽ പോവുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യും. എന്തായാലും പ്രാഥമിക ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ആഷ്മി ചെറിയൊരു സംഭവം പറയുന്നുണ്ട് കേട്ടോ. SKN ഒരു ആഷ്മിയുടെ ഇതിലെത്താൻ വേണ്ടി ഒരു സ്റ്റൂളിലെങ്ങനെ കയറി നിൽക്കണം എന്ന് പറയുന്നു. നമ്മളെന്താ ചെയ്യുക? ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആഷ്മിയുടെ അല്ല, എൻ്റെ. ആഷ്മി ഒരു തലപ്പൊക്കമുള്ള മനുഷ്യനല്ലേ എപ്പോഴും പറയുന്നത്. ഒരുപാട് പ്രേക്ഷകർ ഈ 6ാം വാർഷികത്തിൽ ആശംസകൾ നേരുന്നു. നിങ്ങളുടെയൊക്കെ ആശംസകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അബ്ദുൾ റസാഖ്, അതുപോലെ അബ്ദുൾ റഹ്മാൻ,
രജനി മോഹൻദാസ് പറഞ്ഞിട്ടുണ്ട് വിജയകുമാറെ, ഞെട്ടരുത്, ഇല്ല. ഈ 3 പേരെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട്. മോഹൻലാൽ പറയുന്നത് എനിക്ക് എന്നെ ആളുകൾ ഇഷ്ടമായി പോയി, എന്താ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ചെറിയൊരു 6 മാർച്ചുവാണെങ്കിൽ ഇടവേള കുറയ്ക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്കൊരു കുഞ്ഞു ഇടവേള വേണം. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ നമുക്ക് ചില അത്യാവശ്യം വാർത്തകൾ നിറയ്ക്കണം. നിങ്ങൾക്കറിയുന്ന പോലെ വാർത്തകൾ ഒരുപാട് ഈ ഞായറാഴ്ചയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ വരുന്നുണ്ട്. എനിക്കൊരു പരാതിയുണ്ട്, ചില പ്രേക്ഷകർക്ക് ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല. ഞായറാഴ്ചയുടെ ആലസ്യം വിട്ട് ഉണരൂ. 6ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ എഴുന്നേറ്റ് വരൂ, അല്ലേ? നമുക്ക് നിങ്ങൾ എഴുന്നേറ്റ് വന്നിട്ട് വേണം കുറേ കാര്യങ്ങളോട് നമുക്ക് പറയാൻ. നമ്മൾ വാർത്തകളെ അവഗണിക്കില്ല. ഈ വാർഷിക നിറവിലും വാർത്തകളിലേക്ക് നമ്മൾ കടന്നില്ലും. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ 24 പ്രേക്ഷകർക്കൊപ്പം 6ാം കൊല്ലത്തിൻ്റെ നിറവിലാണ്. ഇന്ന് ജന്മദിനമാണ് 24. ഒരുപാട് പ്രേക്ഷകർ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. ആദിക, സൈറ ബാനു, സരിത എടപ്പാൾ, റീന സതീശൻ, മലബാർ വാലി, അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ സന്ദേശം അയക്കുന്നുണ്ട്. ഇപ്പോൾ സന്ദേശം അയക്കുന്നവർക്കൊരു സുവർണാവസരം ഈ ഞായറാഴ്ച പ്രഭാതത്തിലുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ തെളിയുന്ന ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ബർത്ത്ഡേ ഗ്രീറ്റിംഗൊക്കെ നമ്മൾ നേരിട്ട് പറയാം, നേരിട്ട് സംസാരിക്കാം. ഒരുപാട് പ്രേക്ഷകർക്ക് അവസരം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ചില പ്രേക്ഷകരുമായിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കണമെന്ന് എനിക്കും ആഷ്മിക്കും വിജയകുമാറിനും താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ QR കോഡ് സ്കാൻ ചെയ്യുക, മൈക്കും ക്യാമറയും ഓൺ ചെയ്യുക, സൂം വഴി ഞങ്ങളോട് ബന്ധപ്പെടുക. അപ്പോൾ ഇതിനായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ പ്രേക്ഷകർക്കറിയാം ഈ ഫ്ലവേഴ്സും 24ഉം ഈ മീഡിയ സിറ്റിയുടെ സംവിധാനങ്ങളെല്ലാം പ്രേക്ഷകരുടെ സ്വീകരണ മുറികളിലും മൊബൈൽ ഫോണിലുമൊക്കെ എത്താൻ കാരണക്കാരായ ഒരു വലിയ സംഘം ഡയറക്ടേഴ്സ് ഇതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഗോകുലം ഗോപാലേട്ടൻ, എനിക്ക് തോന്നുന്നത് ഈ 3 പേരടങ്ങുന്ന ഒരു സംഘമാണ് ആദ്യം ഈ നമ്മുടെ ഈ മീഡിയ സിറ്റി സംവിധാനത്തിൽ ചേർന്നത്. ഗോകുലം ഗോപാലേട്ടനും ആരെങ്കിലും മുഹമ്മദും ഡോക്ടർ വിദ്യാ വിനോദുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സതീഷ് പിള്ള, ഡോക്ടർ ബി ഗോവിന്ദൻ, അതുപോലെ ഡേവിസ് എടക്കളത്തൂർ, ഇവർ കൂടി ചേർന്നത്. അപ്പോൾ VC പ്രവീണും ഇപ്പോൾ ഡയറക്ടറായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഗോപാലേട്ടനെ ഒരുപാട് ഈ 6ാം കൊല്ലത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷത്തോടെയും അതിലുപരി നന്ദിയോടെ മാത്രമേ ഗോപാലേട്ടനെ സ്മരിക്കാൻ കഴിയൂ. കാരണം ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ മാത്രം കണ്ട് അതിൽ വിശ്വാസം പ്രകടിപ്പിച്ച് ഇത്രയധികം കോടികൾ ഈ ഒരു സംവിധാനത്തിൽ, ഈ ഒരു ശൃംഖലയിൽ നിക്ഷേപിക്കാൻ അദ്ദേഹം അസാധാരണമായ കരുത്ത് കാണിച്ചു. പല ആളുകളും മുണ്ടും മടക്കി കുത്തി ഓടിയ സമയത്ത് ഗോപാലേട്ടൻ വളരെ ചിരിച്ചുകൊണ്ട് എന്താ മോനെ നിൻ്റെ പരിപാടി എന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് നേരെ വന്ന ആ ഒരു തലപ്പൊക്കം, അല്ലേ? ആഷ്മിയുടെ ഏറ്റവും പ്രിയപ്പെട്ട വാക്ക് തലപ്പൊക്കം ഞാനിപ്പോഴും ഓർത്തു പോകുന്നു. ഗോപാലേട്ടൻ ഇപ്പോൾ ചെന്നൈയിലാണുള്ളത്. താങ്ക്സ് ഗോപാലേട്ടൻ ഈ ജന്മദിനത്തിൽ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഓവർ ടു ഗോകുലം ഗോപാലേട്ടൻ. എല്ലാവർക്കും നമസ്കാരം. 13 വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഫ്ലവേഴ്സ് എന്ന ചാനൽ ഞങ്ങൾ ആരംഭിച്ചു. അത് ആരംഭിക്കുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആരംഭിച്ചതിന് ശേഷം ഒരു വ്യത്യസ്തമായ, അതായത് സാധാരണ നടക്കുന്ന ചാനലിനേക്കാളും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ചാനലായി മാറി. അത് നമ്മളെ പ്രേക്ഷകർ അംഗീകരിക്കുകയും ചെയ്തു. അതോടുകൂടെ അതിന് 5 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഈ 24 ആരംഭിച്ചത്. 24 ആരംഭിക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ഒരു പക്ഷപാതം പിടിക്കാതെ ഒരു രാഷ്ട്രീയത്തിനോ ജാതിക്കോ മതത്തിനോ അതീതമായ ധൈര്യമായി നിസ്വാർത്ഥമായി അവതരിപ്പിക്കുന്ന വാർത്തകൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. തീർച്ചയായും അതിൽ 24 വിജയിച്ചിട്ടുണ്ട് എന്നാണ് കാണികളുടെ അഭിപ്രായത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾ 6ാം വാർഷികം, 6ാം പിറന്നാൾ ആഘോഷിക്കുകയാണ്. ഈ നല്ല സുദിനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹവും പ്രേരണയും പ്രോത്സാഹനവും ലഭിക്കുമെന്ന വിശ്വാസത്തോടുകൂടി എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. വിജയകുമാർ, നമ്മൾ ഇനിയിപ്പോൾ എങ്ങോട്ടാവും? നമ്മൾ ഈ വാർത്തകൾ അവഗണിക്കില്ല നമ്മൾ പറഞ്ഞു. വാർത്തകളെല്ലാം പ്രേക്ഷകരിലെത്തും. ഉറപ്പായിട്ടും ഇഷ്ടംപോലെ വാർത്തയുണ്ട്. വാർത്താഭരിതമായ ദിവസമാണ്. ഞായറാഴ്ചയാണെന്ന് പറഞ്ഞാൽ വാർത്തകൾ ഉറങ്ങല്ല. ഇല്ലല്ല, വാർത്തകൾക്ക് ആലസ്യമില്ല സാർ. തന്നെയല്ല, നമ്മളുടെ തന്നെ വളരെ പ്രധാനപ്പെട്ട വലിയ വാർത്തകൾ വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഓക്കെ, വാർത്തകൾ വരും. ഇന്ന് കുറേ ബ്രേക്കിംഗ് വാർത്തകളുണ്ട്. 6ാം വാർഷികത്തിൽ നമുക്ക് എങ്ങനെയാണ് പ്രേക്ഷകരുടെ കരുത്ത് കാണിക്കാൻ പ്രേരിപ്പിക്കുക, നല്ല ബ്രേക്കിംഗ് ന്യൂസുകൾ കൊണ്ടുവരിക. അതുകൊണ്ട് നമ്മുടെ സ്റ്റാർ അവതാരകരൊക്കെ വരുന്നുണ്ട്, സ്റ്റാർ റിപ്പോർട്ടേഴ്സും വരുന്നുണ്ട്. പിന്നെ ഇന്ന് അവതാര പുലികളും എത്തുന്നുണ്ട് കേട്ടോ. പുലികൾ മടയിൽ പതുക്കി കിടക്കുക, പുലി മേക്കപ്പ്
മേക്കപ്പ് അടിക്കുകയാണ്. പുലികൾ അത് ഒരുങ്ങുന്നു. പുലി പതുങ്ങുന്നത് അല്ലേ? അതെ ചാടി വരും. ഓക്കെ വിജയകുമാർ, എസ് കെ, ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ കേസ് ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരു അനുകൂല ഉത്തരവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടായാൽ അദ്ദേഹത്തിന്റെ ജയിൽ മോചനത്തിന് അത് വഴിയൊരുക്കുകയും ചെയ്യും. ആ നല്ല വാർത്ത കേൾക്കാൻ ലോകമെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികൾ കാത്തിരിക്കുകയാണ്. നമുക്ക് ആദ്യം ആ റിപ്പോർട്ട് കാണാം, അതിനുശേഷം ജലീൽ വരും. ആദ്യം ആ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ നവംബർ 17-ന് അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട കേസ് റിയാദിലെ ക്രിമിനൽ കോടതി പരിഗണിച്ചിരുന്നുവെങ്കിലും അന്തിമ വിധി പറയുന്നത് ഡിസംബർ 8-ലേക്ക് നീട്ടിവെക്കുകയായിരുന്നു. ഇന്ന് കോടതി വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനത്തിനുള്ള ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ജൂലൈ 2-ന് വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ടെങ്കിലും പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് തീർപ്പാക്കാത്തതിനാലാണ് ജയിൽ മോചനം നീണ്ടുപോയത്. ഇന്ന് ജയിൽ മോചന ഉത്തരവുണ്ടായാൽ അത് മേൽക്കോടതിയും ഗവർണറേറ്റും അംഗീകരിക്കേണ്ടതുണ്ട്. ഇതിനുശേഷമാകും അബ്ദുൾ റഹീം ജയിൽ മോചിതരാകുന്നതും നാട്ടിലേക്ക് മടങ്ങുന്നതും. നാട്ടിലേക്ക് കയറ്റിവിടാനുള്ള യാത്രാരേഖകളെല്ലാം റിയാദിലെ ഇന്ത്യൻ എംബസി തയ്യാറാക്കിയിട്ടുണ്ട്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞ 18 വർഷത്തോളമായി ജയിലിൽ കഴിയുകയാണ് കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീം. ദിയാധനമായ 15 മില്യൺ റിയാൽ മലയാളികൾ സ്വരൂപിച്ച് മരിച്ച സൗദി ബാലന്റെ കുടുംബത്തിന് കൈമാറിയതോടെയാണ് വധശിക്ഷ റദ്ദാക്കിയത്. ഇനി ജയിൽ മോചനത്തിനുള്ള കാത്തിരിപ്പിലാണ്. 24 ജിദ്ദ. വിശ്വാസ്യതയുടെ 6 വർഷങ്ങൾ, 6ാം വാർഷിക നിറവിൽ 24. ജയകുമാർ, അപ്പോൾ ഇനിയും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ജലീൽ കണ്ണമംഗലം ചേരുന്നുണ്ട്. അപ്പോൾ ജലീലിനോട് നമുക്ക് ചോദിക്കാം എന്താണ് ഇന്നത്തെ കോടതി നടപടികളുടെ വിശദാംശങ്ങൾ. ജലീൽ വന്നു കഴിഞ്ഞു. അതെ, അപ്പോൾ ജലീൽ പിറന്നാൾ ആശംസകൾ, 24-ന്റെ പിറന്നാൾ ആശംസകൾ എല്ലാവരെയും അറിയിക്കുക. ഒപ്പം ഇന്ന് നല്ല വാർത്ത കേൾക്കാൻ നമുക്ക് കഴിയുമോ? എന്തായിരിക്കും അവിടുത്തെ കോടതി നടപടികളുടെ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് വിജയകുമാർ, എസ് കെ ആൻഡ് ഹാഷ്മി. പിറന്നാൾ ആശംസകൾ. നമുക്കറിയാം, കഴിഞ്ഞ നവംബർ 17-ന് സൗദിയിലെ റിയാദിലെ ക്രിമിനൽ കോടതി അബ്ദുറഹീമിന്റെ കേസ് പരിഗണിച്ചിരുന്നു. അന്ന് മോചന ഉത്തരവ് ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് മോചന ഉത്തരവ് ഉണ്ടായില്ല. പകരം കേസ് ഡിസംബർ 8-ലേക്ക്, അതായത് ഇന്നത്തേക്ക് നീട്ടിവെക്കുകയായിരുന്നു അന്തിമ വിധി പറയാൻ. ഇന്ന് രാവിലെ സൗദി സമയം ഏതാണ്ട് 10 മണിയോടെ, അതായത് ഇന്ത്യൻ സമയം ഏതാണ്ട് 12:30 മണിയോടെ ഇതുമായി ബന്ധപ്പെട്ട കേസ് കോടതി പരിഗണിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് ജയിൽ മോചന ഉത്തരവ് ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ സമയത്ത് കോടതിയിൽ അബ്ദുറഹീമിനെയും അതോടൊപ്പം തന്നെ അഭിഭാഷകനും ഒക്കെ ഓൺലൈൻ വഴി ഹാജരാകാനുള്ള സാധ്യതയും ഉണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ജൂലൈ 2-ന് അബ്ദുറഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കിയിരുന്നു. എന്നാൽ ജയിൽ മോചനം നീണ്ടുപോവുകയായിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് തീർപ്പാകാത്തതാണ്. ഈ പേഴ്സണൽ ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് ഈ വധശിക്ഷ റദ്ദാക്കിയതോടെ തീർപ്പായി. എന്നാൽ പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നതിനാൽ ആ കേസ് കോടതി പരിഗണിക്കാത്തതിനാലാണ് ഇത് മോചനം നീണ്ടുപോയത്. ഇന്ന് ആ കേസ് തീർന്ന് മോചന ഉത്തരവ് ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഇന്ന് ആ മോചന ഉത്തരവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങാനുള്ള നടപടികളിലേക്ക് മറ്റുള്ള അധികൃതർ കടക്കും. മേൽക്കോടതി ഈ ഉത്തരവ് അംഗീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഗവർണറേറ്റും അംഗീകരിക്കേണ്ടതുണ്ട്. അതിന് ശേഷം ഔട്ട്പാസുമായി, അതായത് റിയാദിലെ ഇന്ത്യൻ എംബസി അദ്ദേഹത്തിന് നാട്ടിലേക്ക് മടങ്ങാനുള്ള ഔട്ട്പാസ് യാത്രാ രേഖകളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുമായി അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്യുക. കഴിഞ്ഞ 18 വർഷത്തോളമായി റിയാദിലെ ജയിലിൽ കഴിയുകയാണ് അബ്ദുറഹീം. ഈ മോചനദ്രവ്യമായ, അതായത് റിയാധനമായ 15 ബില്യൺ റിയാൽ, 34 കോടിയോളം രൂപ നാം മലയാളികളാണ് അദ്ദേഹത്തിന് വേണ്ടി സ്വരൂപിച്ച് ഈ കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബത്തിന് കൈമാറിയത്. ഇതിന് ശേഷമാണ് വധശിക്ഷ റദ്ദാക്കിയത്. കഴിഞ്ഞ മാസം അബ്ദുറഹീമിന്റെ ഉമ്മ, സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ സൗദിയിലേക്ക് വരികയും അബ്ദുറഹീമിനെ ജയിലിൽ ചെന്ന് സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഹാഷ്മി, ഷെഫീർ മണ്ണാർക്കാട് പറയുന്നു, വാർത്താ ഇടങ്ങളിലെ 6ാം തമ്പുരാൻ. കുറച്ച് കടന്നുപോയി. കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടെങ്കിലും അല്ലേ, നമ്മൾ അത്രയും തള്ളണ്ടെന്ന് തോന്നും. അപ്പോൾ സിന്ധു കേസ് ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നത് ഒരാൾ ചോദിക്കുന്നു, സ്മിത എവിടെ? ഗോപിനാഥൻ്റെ പ്രശ്നം സ്മിതയെ കാണുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരും അല്ല, ഹാഷ്മി പറഞ്ഞ പോലെ അണിയറയിൽ അവർ പുലിമടയിൽ അവർ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം സ്മിതയ്ക്കൊന്നും വരാൻ പറ്റില്ല. സ്മിത ഒരു ചെറിയ വിശ്രമത്തിലാണ് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുക. മിനി ബാബു പുലി പതുങ്ങുന്നത് എന്തിനാ? പുലി പതുങ്ങുന്നത് എന്തിനാണെന്ന് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. കാണാൻ പോകുന്നത് നേരത്തെ പറയണോ?
പിന്നെ ചില പാട്ടുകളും ഒക്കെ വരുന്നുണ്ട് ഈ അവസരത്തിൽ. എല്ലാ പ്രേക്ഷകർക്കും പാട്ട് പാടാനുള്ള ഒരു അവസരം കൂടിയാണ്. നിങ്ങൾ ആർമാദിച്ചോളൂ. 6ാം കൊല്ലത്തിൽ ആഘോഷമാക്കുക. അപ്പോൾ ഹാഷ്മി, നമ്മൾ ഇനി ഇങ്ങോട്ടാ എസ് കെ, നമ്മൾ നമ്മുടെ അടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ 24 തുടങ്ങുമ്പോൾ അന്ന് പലരും ചോദിച്ചാണ് എസ് കെ, ഇനി ഒരുപാട് ചാനലുണ്ടല്ലോ, പിന്നെ ഈ ചാനൽ എന്താ പ്രസക്തി ചോദിച്ചു. എസ് കെ ചോദിച്ചിട്ടുണ്ടാവാം. ഞാൻ അവസാനം എന്ത് പറയുന്നത് ഹാഷ്മി, ഈ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടു. അതായത് എല്ലാവരും ചോദിക്കും, നമ്മൾ ഒരാളോട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു, എന്ത് പരിപാടി, ഒരു പുതിയ ചാനൽ അപ്പോൾ ചോദിക്കും. അപ്പം ഞാൻ അവസാനം നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലുള്ളൊരു ചാനലല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ അത് തള്ളായിട്ട് ആളുടെ എടുത്തത്. പക്ഷേ അതിനുശേഷം നമ്മുടെ 6 വർഷങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഭാഷയിൽ സംസാരിച്ചു. അതൊരു പുതിയ മാധ്യമ സംസ്കാരമാണ്. അതിന്റെ ദൃഷ്ടാന്തമായി കഴിഞ്ഞ 6 വർഷങ്ങൾ നിൽപ്പുണ്ട്. നേരത്തെ വിജയൻ പറഞ്ഞ പോലെ മലയാള മാധ്യമ ചരിത്രം 24 മുൻപും ശേഷവും എന്ന് കൃത്യമായി രേഖപ്പെടുത്തും. മാത്രമല്ല, നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയാവുന്ന കാര്യം, നമ്മൾ കൊണ്ടുവന്ന ഈ മുണ്ടു വിപ്ലവം ഉൾപ്പെടെ പിന്തുടരാത്ത ഒരു വാർത്താ ചാനലും ഇപ്പോൾ കേരളത്തിലില്ല. ഒരു വാർത്താ ചാനൽ പിടിച്ചു നിന്നു, ആ വാർത്താ ചാനലും വീണു. അവരും മറിഞ്ഞു. കാര്യം മട പൊട്ടി വരുമ്പോൾ കുട വെച്ച് തടുക്കാൻ പറ്റുമെന്നാണ് അവർ ചോദിച്ചത്. അതുകൊണ്ട് അതാണ് വാർത്താ മാധ്യമങ്ങളുടെ പതിവ് വഴി നിന്നുള്ള മാറി സഞ്ചാരം. അതെ. ഇപ്പൊ എന്തായാലും അത് നന്നായി. അപ്പൊ ഹാഷ്മി, നമ്മൾ എന്താ കാണാൻ പോകുന്നത് ഇനി? മാറ്റങ്ങൾ എവിടെയാണ് നമ്മൾ മാറിയത്, എങ്ങനെ മാറി, നിങ്ങൾ എങ്ങനെ ഞങ്ങളെ മാറ്റി, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ എങ്ങനെ മാറ്റിയതും മാറ്റിമറിച്ചതും കാണൂ. വാർപ്പ് മാതൃകകൾ വിട്ടുള്ള പരീക്ഷണം. കെട്ടിലും മട്ടിലും മലയാളികൾ അതുവരെ കണ്ടു ശീലിച്ചതൊന്നുമായിരുന്നില്ല 24. സമാനതകളില്ലാത്ത വാർത്താനുഭവം. കൃത്രിമ ഗൗരവത്തിന്റെ മേലങ്കികളില്ലാതെ ഉള്ളതുപോലെ പറഞ്ഞു. കേൾപ്പിക്കുന്നതിനൊപ്പം പ്രേക്ഷകരെ കേൾക്കുകയും ചെയ്തു. സാങ്കേതിക വിദ്യയുടെ സാധ്യതകളിലൂടെ വാർത്തയുടെ മറുപുറം തേടി. ആദ്യമറിയിച്ചു, ആഴത്തിലറിയിച്ചു, വ്യക്തമായും സമഗ്രമായും ആധികാരികമായും. വാർത്തകൾ ചട്ടക്കൂടുകളിൽ ഒതുങ്ങിയില്ല. അത് ജനങ്ങളോട് ജനകീയ ഭാഷയിൽ സംവദിച്ചു. യാന്ത്രികമല്ലാത്ത അവതരണ ശൈലി സാമ്പ്രദായികതകളെ കുടഞ്ഞെറിഞ്ഞു. മുന്നണികളുടെ ചങ്കിടിപ്പ് വഴിതെളിച്ചത് പ്രേക്ഷകർ വെറും കാണികളല്ല എന്ന ബോധ്യം. ആശയത്തിന്റെ ഏകപക്ഷീയമായ വിനിമയത്തിന് മാറ്റമുണ്ടായി. കമന്റ് ബോക്സുകൾ തത്സമയ സംവാദവേദികളായി. യോജിച്ചും വിയോജിച്ചും അഭിനന്ദിച്ചും വിമർശിച്ചും പ്രേക്ഷകർക്ക് പ്രക്ഷേപകരോടുള്ള അകലം കുറഞ്ഞു. തനിക്ക് പറയാനുള്ളത് 24 പറയും എന്നത് വിശ്വാസമായി. ഇതിനിടയ്ക്ക് സജുലാൽ ഒരു കാര്യം പറയുന്നു, തലവെക്കരുതേ, ഇത് തട്ടിപ്പാണെന്ന ഈ പരിപാടിക്ക് ആശംസകൾ. എം സമീർ വലിയ നടന്നുകൊണ്ട് വായിക്കാൻ ചെറിയ അക്ഷരമായോണ്ട് എനിക്ക് പ്രായമായോണ്ട് കണ്ണൊന്നും പിടിക്കുന്നില്ല. അതുപോലെ വിജയൻ പറയുന്നു, രാത്രിയിലുള്ള പരിപാടിയിൽ SK ഇതുവരെ എന്റെ കമന്റ് വായിച്ചിട്ടില്ല. പൊതുപ്രശ്നങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഇടപെടാനുള്ള പ്ലാറ്റ്ഫോം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. ഒരാഴ്ച കാലത്തേക്കെങ്കിലും സ്പെഷ്യൽ ട്രെയിനുകൾ ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. സിറ്റികളില്ലാത്ത കേന്ദ്രങ്ങളിലാണ് വിമാനത്താവളം അനുവദിക്കുന്നത്. ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ പ്രയോഗം വിവര കൈമാറ്റത്തിൽ വിപ്ലവം തീർത്തു. ദേശം കൊണ്ടും കാലം കൊണ്ടും അകലെയുള്ളവയെക്കുറിച്ചുള്ള ഭാവനകൾക്ക് മാജിക് സ്ക്രീനിൽ ജീവൻ വെച്ചു. ലളിതമായ വിവരണങ്ങൾ, തൊട്ടുള്ള വിശകലനങ്ങൾ, വിജ്ഞാനത്തിലേക്ക് പുതിയ വാതായനങ്ങളായി. ബഹളം വെച്ചൊരു കാര്യമില്ല. ഇത് ശരിയാവാതെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടുത്തെ റോഡിന്റെ വീതിക്കുറവ് ഒരു വലിയ പ്രശ്നമാണ്. ദൈവത്തെക്കുറിച്ച് മാത്രമല്ല, മതത്തെക്കുറിച്ചും ഗാന്ധിജി 100-ലേറെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ മേഖലയിൽ നിർമ്മാണങ്ങൾ കരുതലോടെ മാത്രം നടത്തുക. TTS സാങ്കേതിക വിദ്യയിലൂടെ വാർത്തായിടവും ന്യൂസ് സ്റ്റുഡിയോയും തമ്മിലുള്ള ദൂരം മായ്ച്ചു. ലോക്ക്ഡൌണില്ലാതെ ആഘോഷങ്ങൾ വീട്ടകങ്ങളിലെത്തി. അവതാരകർ ജനങ്ങളിലേക്ക് ഇറങ്ങി. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വരികയാണ്. വായിച്ചതോടെ തീർന്നില്ല വാർത്തകൾ. അഴിമതിയിൽ, അനാസ്ഥയിൽ നടപടി വരും വരെ അന്വേഷണങ്ങളുണ്ടായി. മൗനത്തിന്റെ കോട്ടകൾ പൊളിയും വരെ ചോദ്യങ്ങളുണ്ടായി. കരുതൽ വേണ്ടിടങ്ങളിൽ ചേർത്തുപിടിക്കലുണ്ടായി. ജനകീയതയുടെ വിളംബരമായി പ്രേക്ഷക സമ്മേളനങ്ങൾ. പുതുമാതൃകയുടെ സ്വീകാര്യത റേറ്റിംഗ് ചാർട്ടുകളിലും പ്രതിഫലിച്ചതോടെ ഒന്നിനു പിറകെ ഒന്നായി അനുകരണങ്ങൾ. പക്ഷേ 24 ഒന്നു മാത്രം. പ്രിയ പ്രേക്ഷകർക്ക് നന്ദി. തലമുറ ഭേദമില്ലാത്ത പിന്തുണയ്ക്ക്. ടീം 24. വിശ്വാസ്യതയുടെ 6 വർഷങ്ങൾ. 6ാം വാർഷിക നിറവിൽ 24.
ഇലക്ഷൻ്റെ ഇടയ്ക്ക് നമ്മൾ കുട കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു, ഒരു 100 കുട. അപ്പോൾ നാളെ മുതൽ ഈ കുട, ഈ വാർഷിക ദിനത്തിൽ നമ്മൾ പറയുകയാണ്, ഈ കുട നാളെ മുതൽ ഇവിടുന്ന് അയച്ചു തുടങ്ങും. അപ്പോൾ 100 കുടയും സജ്ജമായി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് കുടയില്ലെന്ന്, എല്ലാ ദിവസവും കുട വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ? ഇതിനു വേണ്ടി കുട എന്തിനോടാവേ? മാത്രമല്ല കുട ഉൽപ്പാദകർ തന്നെ ഞെട്ടിയിരിക്കുക അല്ലേ. അപ്പോൾ നമുക്കിനി കുടയുടെ ഐഡിയ മറ്റെങ്കിലും ആക്കാം. അപ്പോൾ നമുക്കിനി ഒരു പ്രേക്ഷകൻ ഇപ്പോൾ എല്ലാം QR കോഡൊക്കെ സ്കാൻ ചെയ്ത് അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പോൾ ഹരിഗോവിന്ദാണ് കോട്ടയത്ത് നിന്ന്. ഹരിഗോവിന്ദ്, ഗുഡ് മോർണിംഗ്. ഹരിഗോവിന്ദ്, ഗുഡ് മോർണിംഗ്. ഹരിഗോവിന്ദ് വീട്ടിലാണോ? അതെ അതെ, ഞാൻ കുറെ ദിവസമായി ട്രൈ ചെയ്യുന്നു. അപ്പം ഇന്നത്തെ ഈ ബർത്ത്ഡേയുടെ ദിനത്തിൽ തന്നെ ചേരാൻ പറ്റിയത് എനിക്ക് വളരെ സന്തോഷം. ഈ 6 വർഷമായിട്ടും ഞങ്ങൾ 24-നൊപ്പം ഞാനും ഞങ്ങളുടെ ഈ കുടുംബം, അച്ഛമ്മയുണ്ട്, എല്ലാവരും, അമ്മ, എല്ലാവരും ഞങ്ങള് 24-നൊപ്പം തുടരുകയാണ്. അപ്പം 24-ൽ നിന്ന് ഞങ്ങൾ SK-നോടും വിജയകുമാറിനോടും ഹാഷ്മി ചേട്ടനോടും ചോദിക്കാനുള്ളത്, നമുക്ക് ഈ ബർത്ത്ഡേ ദിനത്തിൽ 24 എന്തൊക്കെ സ്പെഷ്യൽ പ്രോഗ്രാംസ് ഒരുക്കുന്നുണ്ട്, അതുപോലെ ഇനിയുള്ള നമ്മുടെ മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും എന്നാണ്. ഹരിഗോവിന്ദ്, നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ നമ്മൾ തൊണ്ടയ്ക്കൊരു ചെറിയ ഗുലാപ്പി, അത് മാറി, ആ ഗുലാപ്പി മാറി. അപ്പോൾ അതായത് നമ്മൾ ജനുവരിയിൽ തന്നെ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ വാരം ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു മഹത്തായ ഒരു പരിപാടിയുണ്ട്. പക്ഷേ ആ പരിപാടി അണിയറിൽ ഒരുങ്ങി വരുന്നേ ഉള്ളൂ. മാത്രമല്ല ഒരു രഹസ്യം വരെ ഹരിഗോവിന്ദ്, ഇപ്പം നമ്മൾ വെളിപ്പെടുത്തിയാലും ശത്രുക്കൾ അടിച്ചു മാറ്റും. അതുകൊണ്ട് നമ്മളിതിപ്പോൾ പറയണം. അപ്പം ഇന്നിപ്പോൾ ഒരുപാട് ബ്രേക്കിംഗ് വാർത്തകൾ കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല കേരളത്തിലെ എല്ലാ 14 ജില്ലകളിലും മധുരം വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ പരിപാടി. വിജയകുമാർ, ഹരിഗോവിന്ദിന് വേറെ എന്തൊക്കെയോ അറിയണമെന്ന്. ഹരിഗോവിന്ദ് അത്ഭുതങ്ങൾക്കായി കാത്തിരിക്കുക, അതാണ് നമുക്ക് പറയാനുള്ളത്. വലിയ അത്ഭുതങ്ങൾ വരാനുണ്ട് ഹരിഗോവിന്ദ്, അതിനായിട്ട് കാത്തിരിക്കുക. ചോദിച്ചോ. എനിക്കൊരു ആഗ്രഹം, ഞാൻ ഈ 24 വന്ന ശേഷമാണ് ഞാൻ ഈ മാധ്യമങ്ങൾ, നമ്മൾ ഈ വാർത്ത തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എനിക്ക് അതിനുശേഷം ഞാൻ നിരവധി ക്വിസ് പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിനെല്ലാം ഫസ്റ്റ്, സെക്കൻഡ് അങ്ങനെയൊക്കെ എത്താൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാം പിറകിൽ 24 ആണ്, 24ന്റെ ശക്തിയാണ്. അതുപോലെ എനിക്കൊരു ആഗ്രഹമുണ്ട് എനിക്ക് 24-ൽ ഒരു വാർത്താ ബുള്ളറ്റിൻ വായിക്കണം, നല്ല ആഗ്രഹമുണ്ട്. ബാക്കിൽ അമ്മ ഞെട്ടിക്കാണു അല്ലേ ഹരിഗോവിന്ദ്? നമുക്ക് നോക്കാം, അമ്മയോട് പറഞ്ഞു, അമ്മയോട് മുത്തച്ഛനൊക്കെ പറഞ്ഞു. ഒരു ചങ്ങനാശ്ശേരിക്കാരന്റെ ഉറപ്പാ ഓക്കെ. ഈ വിജയകുമാറിന്റെ സ്ഥലം ചങ്ങനാശ്ശേരിയാണ്, ഒരു അവസ്ഥ അല്ലേ. അപ്പൊ ഹരിഗോവിന്ദ്, അപ്പോ നമുക്ക് എന്താണ് നമ്മുടെ യാത്രയ്ക്കൊപ്പം തുടരുക. നേരത്തെ പറഞ്ഞതുപോലെ വലിയ അത്ഭുതങ്ങൾ വരുന്നുണ്ട്. ഹരിഗോവിന്ദ് തുടരുക. ഇനി മത്സരങ്ങളിൽ, പ്രസംഗ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുക, സമ്മാനങ്ങൾ വാരിക്കൂട്ടുക. അതിനിടയ്ക്ക് നമുക്ക് വാർത്തയും വായിക്കാം. ക്വിസിംഗിൽ താല്പര്യം എടുക്കുക, ക്വിസിംഗിലല്ല ക്വിസിംഗിൽ. റെഡി അല്ലേ? സാധാരണ ഹാഷ്മി ചേട്ടനോ വലിയ സന്തോഷം. ഹാഷ്മി അങ്കിൾ പിള്ളേർ പറയാറ്. ഹാഷ്മിക്ക് അത്രയെങ്കിലും ഉണ്ടല്ലോ. എന്നെ കണ്ടാ പലരും അങ്കിളെന്നല്ല അപ്പൂപ്പാന്നാ വിളിക്കും. അല്ലല്ലോ, എന്നെ ഈയിടെ ഒരു അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാത്തൊരു പെൺകുട്ടി അപ്പൂപ്പ വിളിച്ചു. ഇതുപോലൊരു അവഹേളനം സംഭവിക്കാറുണ്ട്. പ്രായമുണ്ട്, എന്നെ അതുപോലെയാണോ അങ്കിൾ വിളിക്കണമെന്നില്ല. ഇത് പ്രായമുള്ളത് തമ്മിൽ ആകെ 15 വയസ്സ് വ്യത്യാസമല്ലേ. ഐ ആം നൗ 65 years old man. 65 വയസ്സിന്റെ നിറവിലാണ് നിൽക്കുന്നത്. നിങ്ങൾ 6ാം കൊല്ലത്തിന്റെ നിറവിലാണ് ഞാൻ. 65 യൗവനം. പ്രായം ഒരു നമ്പർ, പല നമ്പർ ഇടും. അപ്പൊ ഇനി എങ്ങോട്ടാ വിജയകുമാർ? നമ്മൾ പ്രധാനപ്പെട്ട വാർത്ത ഉണ്ട്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മതാടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ IAS ഓഫീസർ ഗോപാലകൃഷ്ണൻ. അപ്പൊ ഗോപാലകൃഷ്ണൻ സാറിന്റെ നീക്കങ്ങളിൽ അടിമുടി ദുരൂഹത എന്നാണ് പോലീസ് പറയുന്നത്. ദുരൂഹതയുണ്ട്. ആ പോലീസ് കൊടുത്ത റിപ്പോർട്ടിന്റെ മുഴുവൻ വിവരങ്ങളും നമ്മളിപ്പോ പുറത്തുവിടുകയാണ്. നമ്മളുടെ ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആരാ വരാൻ പോകുന്നത്? അത് നമ്മൾ ആദ്യം ആ റിപ്പോർട്ട് കാണാം, അതിനുശേഷം ഷഫീദ് റാവുത്തർ ചെയ്യും. ആദ്യം ആ റിപ്പോർട്ട്. സംസ്ഥാനത്തെ ഒരു IAS ഉദ്യോഗസ്ഥൻ മതങ്ങളുടെ പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് മാത്രമാണോ ഈ വിവാദം? അല്ലെന്ന് സംസ്ഥാന പോലീസ് തന്നെ കണ്ടെത്തിയ ഈ റിപ്പോർട്ടിൽ പറയും. ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടുവെന്നും അതേ ദിവസം തന്നെ ഫോൺ ഫോർമാറ്റ് ചെയ്തുവെന്നുമുള്ള K. ഗോപാലകൃഷ്ണന്റെ വാദത്തിൽ തുടങ്ങുന്നു നുണകളുടെ കോട്ട. മല്ലു ഹിന്ദു ഓഫീസർ ഗ്രൂപ്പ് എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് പ്രചരിച്ചതായിരുന്നു വിവാദങ്ങളുടെ തുടക്കം. ഗ്രൂപ്പിന്റെ അഡ്മിൻ വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന K. ഗോപാലകൃഷ്ണൻ. വിവാദമായതിനു പിന്നാലെ മല്ലു മുസ്ലിം ഓഫീസർ ഗ്രൂപ്പ് എന്ന പേരിൽ മറ്റൊരു ഗ്രൂപ്പുമുണ്ടായി.
ഇതോടെ വിവാദം കത്തിക്കയറി. അന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഇതായിരുന്നു: ഒരു സമുദായത്തെ സംഘം മാത്രം ഉണ്ടായിരുന്നില്ല, അതിൽ മറ്റു സമുദായത്തിലുള്ളവരും ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 11 ഗ്രൂപ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഞാൻ അപ്പോൾ തന്നെ എല്ലാ ഗ്രൂപ്പും ഡിലീറ്റ് ചെയ്തു. എൻ്റെ കോൺടാക്ട്സ് മുഴുവനും ഉള്ളതാണ് ഉണ്ടായിരുന്നു. ഞാൻ അഡ്മിൻ ആയിരുന്നാണ് അവർ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ കണ്ടത്. കെ ഗോപാലകൃഷ്ണ IAS ഇപ്പറഞ്ഞതൊക്കെ കള്ളമാണ്. ഒക്ടോബർ 31-ന് വിവാദ വാട്സപ്പ് ഗ്രൂപ്പ് പ്രത്യക്ഷപ്പെടുന്നു. സഹപ്രവർത്തകർ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ആദ്യം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു, പിന്നാലെ ഫോൺ ഫോർമാറ്റ് ചെയ്തു. പക്ഷേ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇതൊന്നുമല്ല. വിവാദങ്ങൾക്ക് പിന്നാലെ കെ ഗോപാലകൃഷ്ണൻ പോലീസിൽ പരാതി നൽകുന്നത് നവംബർ 4-ന്. അന്ന് തന്നെ ഹാക്ക് ചെയ്യപ്പെട്ടുവെന്ന് പരാതി നൽകിയ മൊബൈൽ ഫോൺ കൈമാറാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അടുത്ത ദിവസം നവംബർ 5-നാണ് ഒരു ഐഫോൺ പോലീസിന് കൈമാറിയത്. ആ ഫോണിൽ വാട്സപ്പ് ഉപയോഗിച്ചിരുന്നില്ലെന്ന് പോലീസ് മനസ്സിലാക്കി. പിന്നാലെ വീണ്ടും ഫോൺ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. നവംബർ 6-ന് വീണ്ടും സാംസങ് ഫോൺ പോലീസിന് കൈമാറി. പോലീസ് മെറ്റയിൽ നിന്നും ഗൂഗിളിൽ നിന്നും വിവരങ്ങൾ തേടി ഫോറൻസിക് പരിശോധന നടത്തി. ആ പരിശോധനാ വിവരങ്ങളും റിപ്പോർട്ടിലുണ്ട്. കെ ഗോപാലകൃഷ്ണൻ ആദ്യമായി ഫോൺ ഫോർമാറ്റ് ചെയ്തത് ഒക്ടോബർ 31-നല്ല. പകരം പോലീസിന് പരാതി നൽകിയതിന് തലേ ദിവസം നവംബർ 3-ന് ആദ്യം ഫോൺ ഫോർമാറ്റ് ചെയ്തു. പിന്നീട് ശരിക്കുള്ള ഫോൺ പോലീസിന് കൈമാറിയ നവംബർ 6-ന് രാവിലെ 2 തവണ ഗോപാലകൃഷ്ണൻ ഫോൺ ഫോർമാറ്റ് ചെയ്തു. ഫോറൻസിക് പരിശോധനയ്ക്ക് മുൻപേ പലതവണ ഫോൺ ഫോർമാറ്റ് ചെയ്തതിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് തന്നെ പറയുന്നു. ഹാക്കിംഗ് തെളിയിക്കുന്ന തരിമ്പ് തെളിവ് പോലുമില്ലെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട്. ഈ റിപ്പോർട്ടാണ് സംസ്ഥാന പോലീസ് മേധാവി ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയത്. എന്നാൽ ചീഫ് സെക്രട്ടറിയുടെ ചാർജ് മെമ്മോയിൽ വ്യാജ പരാതി നൽകിയതോ മറ്റൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതോ പരാമർശിച്ചിട്ട് പോലുമില്ല. കേവലം ഒരു സസ്പെൻഷനിൽ ഒതുക്കേണ്ട കുറ്റം മാത്രമാണോ കെ ഗോപാലകൃഷ്ണൻ ചെയ്തത്? വ്യാജ പരാതി നൽകി പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതിന് കേസെടുക്കേണ്ടേ? പോലീസ് തന്നെ ദുരൂഹത പറഞ്ഞിട്ടും ചീഫ് സെക്രട്ടറിയുടെ ചാർജ് മെമ്മോയിൽ എന്തുകൊണ്ട് അതൊന്നും പരാമർശിച്ചില്ല? കെ ഗോപാലകൃഷ്ണനെ സംരക്ഷിക്കാൻ സംസ്ഥാനത്ത് ഒരു ഉദ്യോഗസ്ഥ ലോബിയുണ്ടോ? ചോദ്യങ്ങൾ പലതാണ്. ഉത്തരം നൽകേണ്ടത് സർക്കാരും. വിപിൻ വേളിക്കും രാജ്കിരണിനും ശ്രീജുനുമൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ അതിഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നതെന്ന് ബോധ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് കൂടുതൽ നടപടിയിലേക്ക് പോകുന്നില്ല എന്ന ചോദ്യം അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ അദ്ദേഹത്തെ ഒരു ലോബി സംരക്ഷിക്കുന്നുണ്ട്. IAS ലോബി എന്ന് പറയുന്നത് കാലാകാലങ്ങൾ നമ്മൾ അതിശക്തന്മാരാ. മാത്രമല്ല ഈ അധികാരത്തിലിരിക്കുന്ന ഈ പൊതുപ്രവർത്തകരെ ഒക്കെ തന്നെ അവരൊരു പരിവാക്കും. മാത്രമല്ല പറയാൻ അറിയാവുന്നവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ. അപ്പം ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ് ഈ വാർത്ത തുടർച്ചയായി ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷഫീദ്, ഇതിൽ എന്ത് നടക്കാനാണ് സാധ്യത? ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് തെളിഞ്ഞിട്ടും നടപടിയിലേക്ക് പോകുന്നില്ല, തുടർ നീക്കങ്ങളിലേക്ക് പോകുന്നില്ല എന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ ഷഫീദ്? നമുക്ക് ഗുഡ് മോർണിംഗ് SKN വിജയകുമാർ ഹാഷ്മി. നമ്മൾ ഈ റിപ്പോർട്ടിൽ, അതായത് പോലീസ് തന്നെ, സംസ്ഥാനത്തെ അന്വേഷണ ഏജൻസി തന്നെ അന്വേഷണം നടത്തി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ അക്കമിട്ട് അടിവരയിട്ട് പറയുന്നുണ്ട് കെ ഗോപാലകൃഷ്ണൻ നടത്തിയത് ദുരൂഹമായ ഇടപാടുകളാണ്. ആവർത്തിച്ച് പോലീസിന് കൈമാറുന്നതിന് മുൻപ് ഫോൺ ഫോർമാറ്റ് ചെയ്തുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ പ്രശ്നമുണ്ടെന്ന് പോലീസ് അടിവരയിട്ടിട്ടും കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ പുറത്തുവിട്ട ചീഫ് സെക്രട്ടറിയുടെ ചാർജ് മെമ്മോയിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം കാര്യങ്ങൾ പരാമർശിച്ചിട്ടില്ല എന്നുള്ളത് അത്ഭുതമാണ്. പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും, ഒരുപക്ഷെ IAS ഉദ്യോഗസ്ഥർ തന്നെ ചിലരും വലിയ അത്ഭുതത്തോടെ ഈ വിഷയത്തെ കാണുന്നു. കാരണം വളരെ ഗൗരവമുള്ള ഒരു പോലീസിനെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചൊരു വ്യാജ പരാതി നൽകി പോലീസിനെ മിസ്ലീഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഒരു IAS ഉദ്യോഗസ്ഥന് സകല കോഡ് ഓഫ് കണ്ടക്റ്റും അത് ലംഘിച്ചിട്ടും കെ ഗോപാലകൃഷ്ണനെ സസ്പെൻഷനിൽ മാത്രം ഒതുക്കി. അതിനപ്പുറത്തേക്ക് പോലീസ് നടപടിയില്ല. അതായത് പോലീസിന്റെ FIR എടുക്കാതെയുള്ള അന്വേഷണത്തിൽ മാത്രം ഇതൊക്കെ ഒതുങ്ങി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കെ ഗോപാലകൃഷ്ണന്റെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ദിവസങ്ങൾ പലതായി. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുന്നില്ല. ഈ ചാർജ് മെമ്മോ അടക്കം ദുരൂഹമായി തുടരുന്നത് കെ ഗോപാലകൃഷ്ണനെ അളവറ്റ ഒരു സംഘം സംരക്ഷിക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. IAS തലപ്പത്തെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പുറത്തു വന്നത് ഈ വിവാദവുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇപ്പോൾ ഈ പോലീസ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ എന്ത് വിശദീകരണം നൽകും? കേവലം സസ്പെൻഷൻ കൊണ്ട് മാത്രം കൈ കഴുകാൻ കഴിയുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ തുടർച്ചയായി ഉയരുകയാണ്. പ്രത്യേകിച്ച് ഒരു മതാടിസ്ഥാനത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, അതിനെ മറയാക്കാൻ മറ്റൊരു മതത്തിന്റെ പേരിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് സംസ്ഥാനത്തിന്റെ പോലീസ് സംവിധാനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു, കബളിപ്പിക്കുന്നു. ഒരു IT വിദഗ്ധൻ
കൂടിയാണ് കെ ഗോപാലകൃഷ്ണൻ എന്നുള്ള കാര്യം ഈ സമയത്ത് വിസ്മരിച്ചുകൂടാ. കാരണം അദ്ദേഹത്തിന് അറിയാം എത്ര തവണ ഫോൺ ഫോർമാറ്റ് ചെയ്താൽ അത് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തില്ല. ഗൂഗിളിനും മെറ്റയ്ക്കും ഇക്കാര്യമൊക്കെ അവൈലബിൾ ആകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നൊരു പക്ഷേ അദ്ദേഹത്തിന് ധാരണ ഉണ്ടായിരിക്കാം. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അറിവ് പ്രകടമാകുന്നു. നവംബർ 4 പോലീസിന് നൽകിയ പരാതി നവംബർ 3 ആദ്യം ഫോൺ ഫോർമാറ്റ് ചെയ്യുന്നു. ആദ്യം പോലീസിന് കൈമാറിയത് അദ്ദേഹം വാട്സപ്പ് ഉപയോഗിച്ച ഫോണല്ല, പകരം ഒരു ഐഫോൺ ആണ്. അതിനുശേഷം നവംബർ 6-ാം തീയതി അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഫോണ് പോലീസിന് കൈമാറി. അന്ന് രാവിലെ 2 തവണ വീണ്ടും ഫോൺ ഫോർമാറ്റ് ചെയ്തു എന്ന് ഈ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഫോൺ അന്വേഷണ സംഘത്തിന് കൈമാറാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അദ്ദേഹം മടി കാണിച്ചു. രണ്ടാമത് തുടർച്ചയായി 3ഓളം തവണ ഫോൺ ഫോർമാറ്റ് ചെയ്ത് അതിലെ വിവരങ്ങൾ ഒരിക്കലും റിട്രീവ് ചെയ്ത് എടുക്കില്ല എന്നുറപ്പിച്ച ശേഷം മാത്രമാണ് കെ ഗോപാലകൃഷ്ണൻ ഈ ഫോൺ പോലീസിന് കൈമാറിയതെന്നടക്കമുള്ള കാര്യങ്ങൾ ദുരൂഹമാണ്, സംശയാസ്പദമാണ്. ഇക്കാര്യത്തിൽ ഇനി സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നിർണായകമാണ്. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥരുടെ മുഴുവൻ മൊറയിലിനെയും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള ചില നീക്കങ്ങൾ, ചില പെരുമാറ്റം, അതാണ് കെ ഗോപാലകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. വിജയകുമാർ, SKN ഹാഷ്മി. ഓക്കെ താങ്ക് യു ഷഫീദ് റാവുത്തർ, താങ്ക് യു. ഉമ്മൂസ് ക്ലിക്സ് പറയുന്നു, ഒരു പകൽ സംഭവിച്ച വാർത്തകൾ മുഴുവൻ രാത്രി കൊടുക്കുമ്പോൾ അതിന് വാർത്താ പകൽ എന്ന് പറയാതെ പകൽ വാർത്തയായി. വാർത്താ പകൽ എന്ന് പറയുന്നത് ഒരു എടുപ്പില്ലെന്ന്. കണ്ണന്താരം ആമിന അങ്ങോട്ട് വിളിക്കുന്നേ, ഇത് കുടുംബവ്യവസ്ഥയാ കണ്ണന്താര പറയുകയാണ്. അങ്ങനെ ഇങ്ങനെ ഇവരെല്ലാവരും ഒരു പരസ്പരം അറിയാം. അബ്ദുള്ളയൊക്കെ സുജാത ഹായ്, നമ്മുടല്ല സുജാതയുടെ, അവരങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. രേഖാരാജ് പറഞ്ഞത് ബെസ്റ്റ് വിഷസ് 24. തീർച്ചയായിട്ടും താങ്ക് യു. ട്രീസ ജോസഫ് പറയുന്നത് ഗുഡ് മോർണിംഗ് SKN ഹാഷ്മി ആൻഡ് വിജയകുമാർ. സിയ പറയുന്നു സുജാത ഇന്ന് വാർഷികമായിട്ട് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ? ഇന്ന് സ്പെഷ്യലേ ഉള്ളൂ. നൗഷാദ് പുന്നത്തര പറയുന്നു ഓരോ വാർത്താ ചാനലുകാരും ഇപ്പോൾ മൊബൈൽ കയ്യിൽ പിടിക്കാൻ കാരണം 24 മാത്രമാണ്. മൊബൈൽ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു, ഒരു വാർത്താ സംപ്രേഷണം നേരത്തെ ഇല്ലായിരുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ അതിലേറ്റവും പ്രത്യേകതയുള്ളത് വാർത്തക്കിടയിൽ പ്രേക്ഷകരുടെ അഭിപ്രായം കൂടി പരിഗണിക്കണം. ഈ യൂട്യൂബിൽ വരുന്ന സന്ദേശങ്ങൾ കൂടി പരിഗണിക്കണം, അഭിപ്രായം പറയണം, അപ്പം തന്നെ തീരുമാനം പറയണം എന്നുള്ളൊരു കീഴ്വഴക്കം ഉണ്ടാക്കിയത് 24 ആണ്. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ മൊബൈലുണ്ട് അല്ലേ? മൊബൈലെല്ലാം ഉണ്ട്. ഉണ്ട്, അശ്മിയുടെ ഉണ്ട്. മാത്രമല്ല ഈ കേരളത്തിൽ ഈ വാർത്താ ചാനലിന്റെ എണ്ണം കൂടുന്നുണ്ട്, മൊബൈലിന്റെ വിൽപ്പനയും കൂടിയെന്ന് അറിയുന്നത്. ഓക്കെ, അപ്പം നമുക്കൊരു കുഞ്ഞു ഇടവേള പോകണം. ഇടവേള കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ അവതാര പുലികൾ മടയിൽ പതുങ്ങിയിരിക്കാന്ന് പറഞ്ഞില്ലേ, പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെല്ലാം റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ പുലിമടയിൽ നിന്ന് പതുങ്ങിയ പുലികൾ എങ്ങത്തേക്ക് വരും? വിജയ സൂക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ടെൻഷൻ ഉണ്ടായിരിക്കും. പക്ക. അപ്പോൾ മിക്കവരും എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവതാര പുലികൾക്ക് ഇടവേളയ്ക്ക് ശേഷം സ്വാഗതം.